നമസ്കാരം. മംഗളം ഡിബേറ്റ് അവറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനത്തിൻ്റെ പട്ടികയിൽ കേരളം ഒന്നാമതായ അതേ ദിവസമാണ് അട്ടപ്പാടിയിൽ വീണ്ടും 3 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത്. കൃത്യമായ കണക്കെടുത്താൽ ഈ വർഷത്തെ 12ാമത്തെ മരണം. പോഷകാഹാരക്കുറവ് എന്ന പേരിൽ ശിശുമരണങ്ങൾ സർക്കാർ ഫയലുകളിൽ രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അട്ടപ്പാടിയിലെ കുഞ്ഞുങ്ങൾ വേർതിരിവുകളിലേക്കാണ് പിറന്നു വീഴുന്നത്. ഓരോ വർഷവും പദ്ധതികളുടെ കുത്തൊഴുക്കുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ ഒഴുക്കുകൾ അട്ടപ്പാടിയുടെ ഊരുകളിൽ എത്താറില്ല എന്നതാണ് സത്യം. പലതും പലയിടത്തും തങ്ങി നിൽക്കുന്നു. കൂടുതലും പലരുടെയും കീശകളിലേക്ക് പോകുന്നു. നവോത്ഥാനവും ഭൂസംരക്ഷണ നിയമങ്ങളും പ്രാബല്യത്തിൽ വന്ന് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അട്ടപ്പാടിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ന്യൂനപക്ഷമായവരിലേക്ക് വികസനവും സംരക്ഷണവും എത്തിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകളിൽ ആർക്കും സാധിച്ചില്ല. മാറുന്ന കാലത്തിനൊപ്പം മാറാത്ത മനസ്സുമായി ജീവിച്ച മണ്ണിൻ്റെ മക്കളോട് എന്തിനാണ് സർക്കാരും പൊതുസമൂഹവും മുഖം തിരിക്കുന്നത്? അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളിൽ ഉത്തരം പറയേണ്ടത് സർക്കാർ തന്നെയാണ്. മറുപടിക്കപ്പുറം ഇടപെടലാണ് ആ ജനത ആവശ്യപ്പെടുന്നത്. അട്ടപ്പാടിയുടെ വിശപ്പ് ആരുമാറ്റും, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ എ.കെ. സാദിഖ്, കൂടാതെ ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച ശ്രീ എൽ.ആർ. വിനേന്ദ്രൻ, കൂടാതെ സൊസൈറ്റി ഫോർ പീപ്പിൾസ് റൈറ്റ്സിൻ്റെ ചെയർമാൻ എം സഫർ, ഒപ്പം സാമൂഹ്യ പ്രവർത്തകയായ ശ്രീ ധന്യാരാമനെയും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ എ.കെ. സാദിഖ്, ഈ അട്ടപ്പാടി ശിശുമരണത്തിൽ പലപ്പോഴും കണ്ണടച്ചു പോകാറാണ് പതിവ്, സർക്കാർ അടക്കം. ഇപ്പോൾ 4 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതിൽ 4 ദിവസത്തിനിടെ 4 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഏകദേശം 11-12 മരണങ്ങൾ വരെ ആകുകയാണ് ഒരു വർഷത്തിനിടയിൽ ആദിവാസി കുഞ്ഞുങ്ങളുടെ ഇടയിൽ. രാജ്യത്തെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനത്തിൻ്റെ പട്ടികയിൽ കേരളം ഇടം പിടിച്ച ഇന്ന് തന്നെയാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് ശിശുമരണം 4 നമ്മുടെ അട്ടപ്പാടി പോലുള്ള മേഖലയിൽ ഉണ്ടാകുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ പലപ്പോഴും ഈ ഒരു വിഭാഗത്തിനെ പലപ്പോഴും പാർശ്വവൽക്കരിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപയോഗിക്കുന്ന ഫണ്ടുകളൊക്കെ ഇവരുടെ പേര് പറഞ്ഞ് വരാറുണ്ട്. പക്ഷെ ഒരിക്കലും അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പലരുടെയും പോക്കറ്റുകളിലായി ഈ ആദിവാസികളുടെ ഫണ്ടുകൾ പോകുന്ന കാഴ്ചയുമുണ്ട്. നിങ്ങളടക്കം ഭരിച്ചിരുന്നപ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, മാറി മാറി വന്ന സർക്കാരുകൾ ഈ ആദിവാസികളെ പാർശ്വവൽക്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ശിശുമരണത്തിൻ്റെ തോതും അളവും കൂടുന്നത് ഈ പോഷകാഹാരക്കുറവ് എന്നുള്ള സംവിധാനത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നതാണോ? ഈ വിഷയം സത്യസന്ധമായി നമ്മൾ ചർച്ച ചെയ്താൽ അതിൽ രാഷ്ട്രീയം അല്പം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഏത് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലായാലും ഈ രീതിയിലുള്ള മരണങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തിനും മനുഷ്യ സമൂഹത്തിനും ഒരിക്കലും അംഗീകരിക്കാനോ നമ്മൾക്ക് ഭൂഷണമോ അല്ല. ഇവിടെ ഈ വർഷത്തിൻ്റെ 11ാം മാസം അവസാനിക്കുന്നതിന് മുമ്പ് ആകെ 12 മരണങ്ങൾ നടന്നു. ഈ 12 മരണങ്ങളിൽ ഏതാണ്ട് 9-10 എണ്ണവും നവജാത ശിശുക്കളുടെ മരണമാണ്. 6 വയസ്സുള്ള ഒരു കുട്ടിയും അതുപോലെ ഒരമ്മയും ഒക്കെ ചേർന്നാണ് ഈ 12 മരണങ്ങൾ. അട്ടപ്പാടി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വർഷങ്ങളായി ആ പ്രദേശത്തിൻ്റെ ഒരു സാമൂഹ്യ അവസ്ഥയും അവിടുത്തെ ചൂഷണവും എല്ലാം നമ്മൾക്കറിയാവുന്നതാണ്. ഇവിടെ കേരളം ദാരിദ്ര്യമില്ലായ്മയിൽ 1ാം സ്ഥാനത്ത് എന്നൊക്കെ നമ്മൾ ഇന്നിപ്പോൾ കേട്ടത് അത് ഈ വർഷത്തെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് അത് കൃത്യമായി നമുക്ക് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് നമുക്ക് പിന്നാലെ, അതല്ല വിഷയം.
ഞാനതിൽ മറ്റൊന്ന് അല്ല, കൂടിയാണ് അതിനകത്ത് ഈ 2011 2016 കാലഘട്ടവും 2016 2021 കാലഘട്ടമൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കേരളത്തിൽ എത്തുമ്പോൾ അത് പിണറായി വിജയൻ്റെ നേട്ടമാണെന്നോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നേട്ടമായിരുന്നെന്നോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ ദിവസം എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. ഞാനും അതുകൊണ്ട് തന്നെയാണ്, അതല്ല നമ്മളുടെ വിഷയമെന്ന് ഞാനും പറഞ്ഞ അതുകൊണ്ടാണ്. അത് കേരളത്തിന് പൊതുവേ ആ ഒരു പണ്ടുകാലം തൊട്ടേ നമുക്ക് ആ ഒരു അംഗീകാരമുണ്ട്. നമ്മൾ ആ അംഗീകാരത്തിൽ ആ ഒരു നമ്മളുടെ നേട്ടത്തിൽ അഭിമാനിക്കുന്ന കൂട്ടത്തിലുമാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ അതിനേക്കാൾ കൂടുതൽ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 1949 നവംബർ 26 എന്ന് 72 വർഷം പൂർത്തിയാക്കുന്ന ദിവസം കൂടിയാണെന്നുള്ള മറ്റൊരു പ്രത്യേകതയും ഞാനതിൽ കാണുന്നു. എന്താണ് അവസര തുല്യത, റൈറ്റ് ടു ലീവ്, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ അതിൽ ഉറപ്പ് തരാത്തതായിട്ടുള്ള ഒന്നുമില്ല. എല്ലാ അവകാശങ്ങളും നമ്മൾക്ക് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന ഒരു ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 72ാം വർഷത്തിലാണ് ഈ നമ്മുടെ നാട്ടിൽ ഇത് നടന്നത് എന്നുള്ളതാണ് കൂടുതൽ വേദനാജനകം. അതായത് കഴിഞ്ഞ ഒരൊറ്റ ദിവസം മാത്രമായിട്ട് 3 മരണമാണ്. 2 നവജാത ശിശുക്കളും 6 വയസ്സുള്ളൊരു കുട്ടിയും. ആകെ 4 ദിവസത്തിനിടയിൽ 5 കുട്ടികളും ഒരമ്മയും, അരിവാൾ രോഗം ബാധിച്ച ഒരമ്മയും അടക്കം 6 പേർ മരിച്ചിരിക്കുന്നു. ഈ വർഷം മൊത്തത്തിൽ 12 മരണവും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരുന്നത് ഇത് ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും ഉള്ള ഒരു വിഷയമല്ല. ഇത് ഒരു തുടർ പ്രക്രിയയായിട്ട് നമ്മളുടെ നാട്ടിൽ വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഈ ഒരവസ്ഥ നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുന്നതിന് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് അതിൽ തീർച്ചയായും അതിന് ഒരു ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, ഗവൺമെൻറ്റിനോട് ഇത്തരം വീഴ്ചകളെക്കുറിച്ച്, പാളിച്ചകളെക്കുറിച്ച് ആര് തന്നെ ചോദിച്ചാലും അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ജാഗ്രതക്കുറവാണ്, വീഴ്ചയാണ്, ഇങ്ങനെയൊക്കെയുള്ള ലാഘവ ബുദ്ധിയോടെ പോകുന്ന ഈ ഭരണാധികാരികളുടെ ഇതിനെ ന്യായീകരിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ള ഈ നയമാണ് ഇത്തരം മേഖലകളിലൊക്കെ ഉദ്യോഗസ്ഥരുടേതോ അധികാരികളുടെയോ ഒക്കെ അനാസ്ഥ കൂടാനുള്ള ഏറ്റവും വലിയ കാരണമായി ഞാൻ കാണുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ആണെങ്കിലും അതുപോലെ ഏത് വകുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഭരണാധികാരികളുടെ ആ ഒരു ന്യായീകരണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ അട്ടപ്പാടിയിൽ ഇപ്പോൾ ഇത്രയും പേർ മരിച്ചു. ഈ കുട്ടികളാണ് മരിച്ചത്. പോഷകാഹാരക്കുറവാണ്, അല്ലെങ്കിൽ ചികിത്സാ സൗകര്യക്കുറവാണ്, അല്ലെങ്കിൽ അമ്മമാരുടെ ആരോഗ്യത്തിൻ്റെ കുറവാണ്. എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഈ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിനിയോഗിക്കുന്നത്. അത് കൃത്യമായി പൂർണ്ണമായും അത് വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകാൻ പാടുണ്ടോ എന്നൊരു മറുചോദ്യമുണ്ട്. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ 7-8 മാസമായി ഈ ജനനി ജന്മരക്ഷാ പദ്ധതി പ്രകാരം പ്രതിമാസം 2000 രൂപ വീതം കൊടുക്കേണ്ടുന്ന ഈ അമ്മമാർക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, ഗർഭിണിമാർക്ക് 18 വയസ്സ് വരെ 18 മാസം വരെ കൊടുക്കേണ്ടുന്ന ആ 2000 രൂപ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥൻ, അതിൻ്റെ ബന്ധപ്പെട്ട ITDPയുടെ പ്രോജക്റ്റ് ഓഫീസർ, അദ്ദേഹം പേര് വരെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പായി, കഴിഞ്ഞ 8 മാസമായി ഈ തുക കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അട്ടപ്പാടി പോലെയുള്ള ഒരു പ്രദേശത്ത്, അതും ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷൻ 8 മാസം വരെ ഈ തുക കിട്ടാതെ വന്നാൽ ഇതും ഇതിലപ്പുറവുമൊക്കെ സംഭവിക്കില്ലേ? ദൈവഭാഗ്യത്തിന് കൂടുതൽ സംഭവിക്കുന്നില്ല എന്ന രീതിയിൽ നമ്മൾ ആശ്വസിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ബന്ധപ്പെട്ട ഏത് വകുപ്പാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ എല്ലാ വകുപ്പുകളെക്കാളും
എല്ലാത്തിനും ഉത്തരവാദം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് പറയേണ്ടതായി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പല്ല, അത് മുഖ്യമന്ത്രി പറയേണ്ടത് തന്നെയാണ്. കാരണം പോഷകാഹാരക്കുറവും ചികിത്സാ സംവിധാനങ്ങളുടെ അഭാവമാണ് കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായി നമ്മൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ ഈ മരണങ്ങൾ നടന്ന അവസരങ്ങളിലൊക്കെ ഇതൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ചോദ്യം അതല്ല. 1947 ശേഷം നമ്മൾ ഇങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ കേരള പിറവിക്ക് ശേഷം പുതിയ 57 മുതൽ ഇങ്ങോട്ട് ഓരോ സർക്കാരുകളും വരികയുണ്ടായി. അതിനുശേഷം സംസ്ഥാനങ്ങളിൽ ഈ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാവുകയും ചെയ്തു. പല ജില്ലകളെയും പലതരത്തിൽ കൂട്ടിച്ചേർക്കുകയും മാറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനവും ഉണ്ടായി. ഒപ്പം പാലക്കാടും അതിനോടൊപ്പം ചേരുകയും ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം എത്രയോ വെള്ളം പല നദികളിലൂടെയും ഒഴിച്ചുപോയി, എത്രയോ കാലങ്ങൾ കടന്നുപോയി, പല ഭരണ സംവിധാനങ്ങളുണ്ടായി, സർക്കാരുകൾ മാറി മാറി വന്നു. ഇന്നും നമ്മുടെ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ആ ഊരുകളിൽ അവരെ ഇങ്ങനെ ഒരു അപരിഷ്കൃത സമൂഹത്തെ കാണുന്നത് പോലെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനമായി മാറ്റുന്നു. ഈ കഴിഞ്ഞു പോയ സർക്കാരുകളൊന്നും എന്തുകൊണ്ടാണ് ഇത് കാണാത്തത്? നമുക്ക് ഇന്നത്തെ ഈ 6 വർഷം കൊണ്ട് 2016 ശേഷം ഇങ്ങോട്ട് പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്താം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനു മുൻപ് ഈ 2016 വരെ ഭരിച്ചിരുന്നവർ ആരാണെങ്കിലും, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ, ഈ ആദിവാസികളുടെ സംരക്ഷണം, അവരുടെ ചികിത്സാ രീതികൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ പോഷകാഹാരക്കുറവിലെ വിഷയങ്ങൾ അടക്കം പരിഹരിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസം അടക്കം ഇതിലൊക്കെ പിന്നാക്കം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആദിവാസി ഊരുകളിലെ കുട്ടികളെത്തുന്നു. ഈ 2011-16 കാലയളവിൽ UDFൻ്റെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2013 2 പദ്ധതികൾ ഇതേ അട്ടപ്പാടിക്ക് വേണ്ടി ആദ്യം ആരംഭിക്കുകയും പിന്നീട് ബാക്കിയുള്ളിടത്തേക്ക് വ്യാപിക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ. പാചകം ചെയ്ത ഭക്ഷണം ഈ ഗർഭിണിമാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അല്ലാതുള്ള അമ്മമാർക്കും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ഒരു പദ്ധതി 2013 അന്നത്തെ സാമൂഹ്യ നീതി വകുപ്പ് ആ പദ്ധതി ഏർപ്പെടുത്തിയത്. പിന്നീട് അതിനെ നമ്മളുടെ കുടുംബശ്രീയും സാമൂഹ്യ ക്ഷേമ വകുപ്പും 60-40% അവരുടെ ഫണ്ടുകളിട്ട് ആ കമ്മ്യൂണിറ്റി കിച്ചണുകളുണ്ട്. 196 കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ 183 അട്ടപ്പാടിയിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് അത് എണ്ണത്തിൽ വർധനവൊക്കെ ഉണ്ടായി കാണും. അപ്പോൾ അവിടുത്തെ പോഷകാഹാരക്കുറവിന് ഒരു പരിഹാരമെന്ന രീതിയിൽ ഒരു പദ്ധതി ശാശ്വതമായി ആ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്, തെളിവുകളുണ്ട്, എല്ലാമുണ്ട്. അതുപോലെ തന്നെ 2013 തന്നെയാണ് നമ്മളുടെ അമ്മമാർക്ക് പോഷകാഹാരക്കുറവൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ജനനി ജന്മരക്ഷാ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ 18 മാസം വരെ 1000 രൂപ വെച്ച് കൊടുക്കുന്ന പദ്ധതി രൂപീകരിച്ചതും 2013 ആണ്. ആ സന്ദർഭത്തിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അന്ന് ഈ ഏതോ 2 കുട്ടികൾ ആ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാറായ സമയത്തോടടുപ്പിച്ചാണ് ചവറിൽ നിന്നും ആഹാരമെടുത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് വലിയ വാർത്താ പ്രാധാന്യം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരികയും ഗവൺമെൻറ്റിൻ്റെ വലിയ വീഴ്ചയായിട്ട് അതിനെ കാണിക്കുകയും പിന്നീട് നമ്മളുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ കേരളം സോമാലിയ ആണെന്ന് അദ്ദേഹം ഏത് രീതിയിൽ അബദ്ധവശാൽ പറഞ്ഞതാണെങ്കിലും മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിലും ഒരു തമാശ പറഞ്ഞതാണെങ്കിലും അങ്ങനെ ഒരു പദപ്രയോഗം വരെ കേരളത്തെക്കുറിച്ച് പറയാൻ ഇടവരുത്തിയായ ആ ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്ത വരികയുണ്ടായി. ആ കുട്ടികൾ തമാശയ്ക്ക് ചെയ്തത് ആരോ എടുത്ത് പിക്ചറിലാക്കി അത് വൈറലായി മാറിയതാണ്. അപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള ചില ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ് എന്നുള്ളത് തെളിവ് സഹിതം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചതല്ല താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ സർക്കാരുകൾ അല്ലെങ്കിൽ UDFൻ്റെ സർക്കാരൊക്കെ അത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാകുന്നു. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ ശരിയാക്കാൻ കഴിയുന്നില്ല.
ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്ത മേഖലകളായി മാറുന്നു. ഒപ്പം തന്നെയാണ് പോഷകാഹാരക്കുറവും എന്ന് പറയുന്നത്. അതുകൊണ്ട് പോഷകാഹാരക്കുറവിൽ മാത്രം ഒതുക്കി നിർത്തിയാൽ തീരുന്നതല്ല ആദിവാസി ഊരുകളിലെ ഇത്തരത്തിലെ അവരുടെ പ്രശ്നങ്ങളെന്ന് പറയപ്പെടുന്നത്. ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രാഥമികാരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? ആരോഗ്യ മേഖലയെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വാദങ്ങളിലേക്ക് തന്നെ എത്തുന്നത്? ആരോഗ്യ മേഖല ശക്തമായി പ്രവർത്തിക്കേണ്ടതല്ലേ? ആര് ഭരിച്ചാലും. താങ്കൾ തന്നെ ചർച്ച തുടക്കത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയം കലർത്തി സംസാരിക്കുന്നതിനോട് യോജിപ്പില്ല. അങ്ങനെ തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, മാറി മാറി വരുന്ന സർക്കാരുകൾ ആദിവാസി സമൂഹത്തെ അല്ലെങ്കിൽ ആ ആദിവാസി ഊരിലെ കുട്ടികളെ അടക്കം പാർശ്വവൽക്കരിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഈ മരണങ്ങൾ വരുമ്പോൾ മാത്രം ഞാനടക്കം നിങ്ങളടക്കം ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലേക്ക് പോകുന്നു. ഇല്ലാത്ത സമയം അവരെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല ആരും. അത് ഈ വിഷയത്തിലെന്നല്ല, നമ്മുടെ കേരളത്തിൽ ഈ വിഷയമായാലും സ്ത്രീ വിഷയമായാലും പോലീസ് അതിക്രമമായാലും ഏത് വിഷയമായാലും മലയാളിയുടെ ഒരു രീതിയായി തന്നെ അത് മാറി എന്ന് നമ്മൾക്ക് വിഷമത്തോടു കൂടിയും വേദനയോടു കൂടിയും പറയേണ്ടതായിട്ടുണ്ട്. ഇതേ അട്ടപ്പാടിയിൽ 2017 2 പെൺകുട്ടികൾ തൂക്കിക്കൊല്ലപ്പെട്ടതും 18 അട്ടപ്പാടിയിൽ തന്നെ മധുവിനെ തല്ലിക്കൊന്നതുമൊക്കെ ഇതേ അട്ടപ്പാടിയിലാണ്. അവിടെ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 28 സബ് സെൻ്ററുണ്ട്, 3 PH സെൻ്ററുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുണ്ട്, 5 മൊബൈൽ ക്ലിനിക്കുണ്ട്. ഇതെല്ലാം എണ്ണത്തിൽ അവിടെയുണ്ട്. ഇതൊക്കെ ഫലപ്രദമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലതുമില്ല. ഈ അടുത്ത സമയത്ത് തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നത്, വെന്റിലേറ്റർ ഉള്ള ആംബുലൻസ് വേണമായിരുന്നു ഒരു പൊടി കുഞ്ഞിന്. ആ ആംബുലൻസ് മലപ്പുറം ജില്ലയ്ക്കും പാലക്കാട് ജില്ലയ്ക്കും 2 ജില്ലയ്ക്കും കൂടെ വേണ്ടി ഒരു ആംബുലൻസേ ഉള്ളൂ. ആ ആംബുലൻസ് മലപ്പുറത്ത് പോയിട്ട് വന്നിട്ട് വരാമെന്ന്. ആ കുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ അത്രയൊക്കെ ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരം അലംഭാവങ്ങൾ ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, പണിഷ്മെൻറ്റ് ഇതൊന്നുമില്ലാതെ ഇത് പൊളിറ്റിക്കലായിട്ട് ഞങ്ങളെ കരിവാക്കി തീർക്കാൻ ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ച് രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രി ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത് വലിയ ഒരളവ് വരെ ഇവർക്കൊക്കെ വലിയ സൗകര്യമായി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. ശ്രീമതി ധന്യാരാമൻ, ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് AK സാദിഖ് സൂചിപ്പിക്കുന്നത് പോലെ അട്ടപ്പാടി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത് അവിടുത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ്, ചികിത്സാ സംവിധാനങ്ങളിലെ പിഴവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ നിരത്തിയ ലിസ്റ്റുകളും താങ്കൾ കേട്ട് കാണും. ഇങ്ങനെ ഹെൽത്ത് സെൻ്ററുകളുണ്ട്, ആവശ്യത്തിലധികമുള്ള ആശുപത്രി സംവിധാനങ്ങളുണ്ട്, ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്ന തരത്തിലുള്ള രീതികളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇത് ഉറപ്പിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ, ശിശുക്കളടക്കം മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത്? 2012 ജനുവരി 1 പോഷകാഹാരക്കുറവ് കൊണ്ട് ആദ്യത്തെ കുഞ്ഞ് മരിക്കുന്നത്. ആ 2012 ആദ്യത്തെ ഒരു 15 മരണമായപ്പോഴത്തേക്കും ഹൈക്കോടതി ഒരു ഉത്തരവിട്ടിരുന്നു. എന്തുകൊണ്ടാണ് അട്ടപ്പാടിയിൽ ഇത്രയും കുഞ്ഞുങ്ങൾ പോഷകാഹാരം ഇല്ലാതെ മരിക്കുന്നത്? റീസണുണ്ട്. അവരുടെ 10,213 ഏക്കർ ഭൂമി അന്ന് കണ്ടെത്തിയത് കുടിയേറ്റക്കാരും അല്ലാത്തവരൊക്കെ വന്ന് അത് കയ്യേറി അവരുടെ കസ്റ്റഡിയിലാണ്. ആദിവാസികളെ സംബന്ധിച്ച് അവർ ചോളം, റാഗി, മറ്റ് മുതിര, ഈ വക എല്ലാ ഐറ്റംസും ധാന്യങ്ങളെല്ലാം തന്നെ അവർ നെല്ല് വരെ അവിടെ കൃഷി ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അപ്പോൾ ഈ ഭൂമി നഷ്ടപ്പെട്ടതോടുകൂടി അവർക്ക് ഫുഡിൻ്റെ മുഴുവൻ ആരോഗ്യ സംവിധാനം നല്ലപോലെ ബാധിച്ചു. അപ്പോൾ ഭക്ഷണം ഇല്ലാതായി. അവർ പുറത്തുനിന്നുള്ള ഭക്ഷണം അത്ര നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ആ ഭക്ഷണ സംവിധാനം പാളിച്ച വന്നതോടുകൂടി ഒരു തലമുറയെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പോൾ ആ ഭൂമി തിരിച്ചു പിടിച്ച് ആദിവാസികൾക്ക് കൃഷിക്ക് അനുയോജ്യമാക്കി കൊടുക്കണം എന്ന് 2012 ഉത്തരവിട്ടിട്ട് ഇന്ന് 2021 ഒരു സെൻറ്റ് ഭൂമി പോലും മാറി മാറി വന്ന ഒരു സർക്കാരിന് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയും മുഖ്യമന്ത്രി എന്ന് പറയും. മുഖ്യമന്ത്രി എന്ത് വിചാരിക്കും? എൻ്റെ സ്റ്റേറ്റ് ഏറ്റവും നന്നായിട്ട് പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ സ്റ്റേറ്റിന്, ആദിവാസി വകുപ്പിന് മുഖ്യമന്ത്രി ആവശ്യത്തിന് ഫണ്ട് കൊടുക്കും. ഈ പൈസ എത്തുന്നത് ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ്. പിന്നീട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിലൊരു കൂട്ടുകെട്ടിലൂടെ ഈ പൈസ എടുത്ത് ലക്ഷറി ലൈഫും ഇവരുടെയൊക്കെ തലമുറയ്ക്കുള്ള സമ്പാദ്യമായിട്ട് ആദിവാസി ഫണ്ടിനെ മാറ്റിയിരിക്കുകയാണ്. NGOs,
2012 തൊട്ട് 2021 വരെ 325 കോടി രൂപയാണ് NGOകൾ മാത്രം അടിച്ചെടുത്തുകൊണ്ട് പോയത്. ഈ റീസെൻ്റായിട്ട് ഒരു 3 വർഷത്തിനിടയിൽ അട്ടപ്പാടിയിൽ മാത്രം ഏകദേശം 28 കോടിയോളം രൂപ പെണ്ണുങ്ങൾ വന്ന് അടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പുറത്തുനിന്നുള്ള NGOs. അതിൽ ഏറ്റവും വലിയ രസം കോയമ്പത്തൂരുള്ള ഒരു ട്രസ്റ്റിന് വരെ പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്, ട്രൈബൽ വകുപ്പ്. ഇതിനകത്തൊക്കെ ഈ പൈസ, ഫണ്ട്, ആസ്തി ഇതെല്ലാം കാഴ്ചയിലുണ്ട്. പക്ഷേ പ്രാബല്യത്തിൽ ആദിവാസികൾക്ക് ഉതകുന്ന രീതിയിൽ ഒരു സാധനം അവിടെ ഇല്ല. PK ജയലക്ഷ്മി മന്ത്രിയായിരുന്ന സമയത്ത് ഇത്രയും പദ്ധതികളുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾക്കൊരു വീട് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ ലൈഫിൽ, ആ പൈസ നേരെ പോകുന്നത് കോൺട്രാക്ടറുടെ കയ്യിലേക്കാണ്. അതിൽ നിന്നൊരു 10 രൂപ മിച്ചം വന്നാൽ ഞങ്ങളുടെ ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ കിട്ടൂല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് സാമ്പത്തിക മാറ്റം ഉണ്ടാകുന്നത്? ഒന്നുകിൽ ഭൂമി വേണം, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾക്ക് തിരിച്ചതാ. ഇതിലേക്കൊന്നും സ്റ്റേറ്റുകൾ പോകുന്നില്ല. മാറി മാറി വന്ന സർക്കാർ ഇതിലേക്ക് എത്തിയിട്ടില്ല. അവർ പൈസ കൊടുക്കുന്നുണ്ട്, ഈ പൈസ ആരാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ഫിനാൻഷ്യലി മാറാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ അട്ടപ്പാടിക്ക് സാമൂഹിക അടുക്കള കൊടുക്കുന്നുണ്ട്. എന്താണ്? അരിയും ധാന്യമണികളൊക്കെ ഒരു കോൺട്രാക്ടർ വന്ന് വാങ്ങിക്കും. ആ കോൺട്രാക്ടറിലാണ് ഈ പൈസ വന്ന് വീഴുന്നത്. ഞങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയുള്ള അരി കിട്ടുന്നോ ആ ഉള്ള ഭക്ഷണം നമ്മൾ കഴിച്ചോളണം. ഈ പൈസ പോകുന്നത് കോൺട്രാക്ടറുടെ കയ്യിലേക്കാണ്. എന്തുണ്ടെങ്കിലും മീഡിയേറ്ററായിട്ട് ആ പൈസ അടിച്ചു മാറ്റി അതിൻ്റെ ബാക്കി വരുന്ന ഫലമാണ് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് PK ജയലക്ഷ്മി ജനനി ജന്മരക്ഷ എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നത്. ഞാൻ PK ജയലക്ഷ്മി എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരൊറ്റ കാര്യം ഇതാണ്. 1976 തൊട്ട് SC/ST വകുപ്പ് വന്ന ശേഷം ഏതെങ്കിലും മന്ത്രി ഞങ്ങളുടെ കയ്യിൽ 10 രൂപ വരുന്ന ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് PK ജയലക്ഷ്മിയാണ്. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ പോയി ഹോസ്റ്റലിൽ താമസിക്കാതെ സ്കൂളിൽ നിന്ന് വീട്ടിൽ പോയി വരുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ആ സ്റ്റൈപ്പൻഡ് 100 200 ആ സ്റ്റൈപ്പൻഡ് മാത്രമാണ് പൈസയായിട്ട് ഞങ്ങളുടെ കയ്യിലെത്തുന്നത്. ബാക്കി കംപ്ലീറ്റ് ഇപ്പോൾ കോഴിക്കോട് ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഒരു നമ്പൂതിരി IAS കാരനാണ് നടത്തുന്നത്, റിട്ടയർഡ്. ഞങ്ങളുടെ ഇടയിൽ എത്രയോ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, MPhilകാരുണ്ട്, PhDക്കാരുണ്ട്, വിദ്യാഭ്യാസ സമ്പന്നരുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമുള്ള സ്റ്റേറ്റ് ആദ്യം ഞങ്ങളെ അംഗീകരിക്കും. ഈ ക്രസ്റ്റ് നടത്തുന്ന ഒരു നമ്പൂതിരി IAS കാരനാണ്. 25 കോടി 50 കോടിയും കൊണ്ടുപോകുന്ന അയാളാണ്. എന്നിട്ട് ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കും. അവർ സൗകര്യമുള്ളത് അവർ പഠിപ്പിക്കും. ഇപ്പം നവാസ് ജാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് കോഴിക്കോട്. അവനെ നെഗറ്റീവ് പട്ടികയിലിട്ടതാണ്. അവൻ 25 കോടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിർത്തി സെക്യൂരിറ്റി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അട്ടപ്പാടിയിൽ നിന്നെല്ലാം പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളെ കുട്ടികളെ ഹോസ്റ്റലിൽ കയറി അവനെ ഉപദ്രവിച്ചു, റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. അവൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാണ്ടോ ഹൈക്കോടതി ജഡ്ജിമാരാണ് അവൻ്റെ സുഹൃത്തുക്കൾ. അത് പ്രതികരിച്ച ഞങ്ങളുടെയൊക്കെ പേരിൽ കേസും അവന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതായത് പോക്സോ കേസിലെ പ്രതി രക്ഷപ്പെട്ട് നിൽക്കുവാണ്. ഇവനൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 25 കോടിയൊക്കെ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അടുത്ത് പോലും ഈ കേസിലെ പ്രതിക്ക് പോലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വലിയൊരു ദുരൂഹത ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിലുണ്ട്. മന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രി പറയും എന്ത് ആവശ്യമുണ്ടോ തെളിവുണ്ടോ അത് നടപടിയെടുക്കാം, ഞങ്ങളെ സമാധാനിപ്പിക്കാറുണ്ട്, മുഖ്യമന്ത്രി നല്ല ആളാണ്. മന്ത്രിമാരെ ഞങ്ങളെടുത്ത മര്യാദയ്ക്ക് നല്ല ഇതാണ്, അവർക്കും ആവശ്യത്തിന് ഫണ്ടിലോട്ട്. പക്ഷേ ഈ പ്രൈവറ്റ് സെക്രട്ടറിമാർ തൊട്ട് താഴേക്ക് ഇത്രയും എരണം കെട്ട ഒരു വർഗം, പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്തിരിക്കുന്ന സെക്രട്ടറിമാരും അതുപോലെ തന്നെ ബാക്കി ഒരു അംഗങ്ങളും ഇപ്പൊ പ്രശ്നമുണ്ടല്ലോ. അതായത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണല്ലോ നമ്മൾ ജനാധിപത്യ വ്യവസ്ഥ. ഉദ്യോഗസ്ഥർ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ കൂടെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവരുടെ നേതാക്കന്മാരും കൂടെ കുടുങ്ങും. ഇവർ പൈസ ഷെയർ ഇട്ടെടുക്കലാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2 കോടി രൂപ ഇവിടെ ആദിവാസി കുട്ടികൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഒരു സെൻറ്റർ തിരുവനന്തപുരം വിതിരയിലാണ്. 50 കുട്ടികളെ 6 മാസം, അതായത് 150 ദിവസം കൊണ്ട് പഠിപ്പിച്ചെടുക്കണം. അഡ്വാൻസ്ഡ് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ്. അപ്പോൾ ഒറ്റപ്പാലത്തുള്ളൊരു പെണ്ണ് വിഷ്ണുപ്രിയ വന്നിട്ട് ഒരു പ്രോജക്റ്റ് വയ്ക്കുന്നു, പിന്നെ സെക്രട്ടറിയേറ്റിൽ നിന്ന് അനുവദിക്കുന്നു 2 കോടി രൂപ. കോഴ്സ് കഴിയാൻ ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നോക്കിയപ്പോൾ ഈ 8000 രൂപയുടെ 6 തയ്യൽ മെഷീൻ, 10 ഫൈബർ കസേര, ഒരു തുരുമ്പ് പിടിച്ച കുറച്ച് ഒരു 4-5 തയ്യൽ മെഷീൻ കിടപ്പുണ്ട്. ഞങ്ങൾ പിള്ളേർ തൊട്ടപ്പോൾ ഷോക്കടിച്ച് വീണവിടെ. 2 കോടി നേരത്തെ കൈപ്പറ്റി. ഇവരൊക്കെ എന്താ വിചാരിച്ചെങ്കിൽ ഞങ്ങളെ വെച്ച് സമ്പാദിക്കുന്ന ഒരു രാഷ്ട്രീയ വിഭാഗവും ഉദ്യോഗസ്ഥ ഇവർ ചത്തൊടുങ്ങാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പച്ചവെള്ളം കുടിച്ച് മരിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ അന്നും മണ്ണ് പണിയെടുക്കുന്നവരാണ്, ഇന്നും മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. ആ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇനി പോട്ടെ, ഞങ്ങളുടെ തൊഴിൽ 3000-ഓളം പേര് SC/STയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഈ സർക്കാർ സർവീസിൽ ഇരിക്കുവാണ്. അത് കിർത്താഡ്സ് കണ്ടുപിടിച്ചു. കിർത്താഡ്സിൽ അവരുടെ കണക്കുണ്ട്. SBIയിലെ പ്രൊബേഷണർ ഓഫീസറുണ്ട്, സർക്കാരിലെ LD ക്ലർക്കുണ്ട്, തൊട്ടിങ്ങോട്ട് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വേക്കൻസികൾ 2500-ഓളം വേക്കൻസികൾ ഇപ്പോഴും നികത്താൻ കിടക്കുവാണ്.
നടക്കുന്നില്ല. ഞങ്ങളുടെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പ്രാബല്യത്തിൽ എന്താണ് വരുന്നത് ചെയ്തിട്ടുണ്ട്. AK ബാലൻ മിനിസ്റ്റർ ഇരുന്നപ്പോൾ വലിയൊരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു. ഞങ്ങളുടെ ഒരു വർഷം ഞങ്ങളുടെ 30 കുട്ടികൾക്ക് വിദേശ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാം. ഞങ്ങളിൽ ഒരാൾക്ക് വിദേശത്ത് നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ 28 ലക്ഷം രൂപ സർക്കാർ തരുന്നുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തവൻ പോലും വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന്. അത് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ ഉപകാരമാണ്. ബാക്കി ഈ പറയുന്ന ഭൂമിയുടെ കാര്യം, ലൈഫ് പദ്ധതി വന്നിട്ടും ഇപ്പോൾ 9 ലക്ഷം പരാതിയാണ് അപേക്ഷയാണ് ലൈഫിലേക്ക് വന്നതെന്ന് PB നൂഹ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞങ്ങളുടെ ആൾക്കാർ ഇപ്പോഴും ഭൂരഹിതരും അല്ലെങ്കിൽ കയറിക്കിടക്കാൻ ഇടവില്ലാത്തവരുമായിട്ട് ഇപ്പോഴും 1.5 ലക്ഷം കുടുംബങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട്. 1.5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം 13,500ഓളം പേർക്ക് പട്ടയം കൊടുത്തു. ഇനിയും കിടക്കുവാണ് 1.5 ലക്ഷം. 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ തന്നെ 10-20 ആൾക്കാരാണ്. ഇതൊക്കെ ആരോട് ചെന്ന് പറയാനാണ്? നടപ്പിലാക്കുക. മിച്ചഭൂമി സർവേ ചെയ്ത് ഞങ്ങൾക്ക് അനുവദിച്ചു തരാറുണ്ട്, നടന്നിട്ടില്ല. ഇനി അട്ടപ്പാടിയിലെ കാര്യം പറയാം. ഒരു കൃഷി ഓഫീസർ, ഇത്രയും ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു കൃഷി ഓഫീസർ അവിടെ മഴ പെയ്തപ്പം, ഒരു 3 വർഷം മുന്നേ ഉള്ള സംഭവമാണ്, അഗളിയിൽ മഴ പെയ്തപ്പോൾ ആദിവാസികളുടെ കൃഷി നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 60,000, 70,000, 80,000 ഇങ്ങനെ പലരുടെയും പേരിൽ എഴുതിയെടുത്തു. അപ്പോൾ നോക്കണം, ആ എഴുതിയെടുത്ത പൈസ വിജിലൻസ് കണ്ടുപിടിച്ചു, അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു മരണമുഖത്ത് പോലും ഞങ്ങളെ വിറ്റ് എങ്ങനെ കാശാക്കാം എന്നാണ് ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ NGOs കൊണ്ടുപോകുന്ന ഫണ്ട്, അവർക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ കിട്ടുന്നത്? ഇത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും NGOകളും തമ്മിൽ വീതം വെച്ചെടുക്കുന്ന ഒരു വകുപ്പായി മാറിയിട്ടുണ്ട് SC/ST വകുപ്പ്. ഈ 2 വകുപ്പും അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊരു ലോണിന് പോയി നോക്കിയേ, ഞങ്ങൾക്ക് ലോൺ കിട്ടുമോ? എന്തുണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ? ഈ 3 സെൻറ്റ് ലക്ഷം വീട് കോളനി ചേരികളിലെ ഭൂമി ഏത് ബാങ്കാണ് ഈടായിട്ട് എടുക്കുന്നത്? ഇപ്പോൾ SC/ST കോർപ്പറേഷൻ ഉണ്ട്. SC/ST കോർപ്പറേഷനിൽ ഒന്നും ഞങ്ങൾക്ക് ലോൺ കിട്ടണമെങ്കിൽ, ഒരു എവിടെയും പഠിക്കാൻ പോകണമെങ്കിൽ ലോൺ കിട്ടണമെങ്കിൽ എന്തിന്? ഒരു മോളെ കെട്ടിച്ച് ഇവിടെ 50,000 രൂപ അവിടെ നിന്ന് തരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ആ 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ട് വെക്കണം. അത് മര്യാദക്കുള്ള ആധാരമാണെങ്കിൽ അവരെടുക്കും, കോളനികളിലെ ആധാരം അവരെടുക്കൂല. ആർക്കുണ്ട് ഭൂമി? എത്ര പേർ? ഞങ്ങളുടെ പേരിൽ ഇടയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ ജോലിയിലേക്ക് കയറി വന്നിട്ടുള്ളൂ. ഈ സാലറി സർട്ടിഫിക്കറ്റ് എത്ര പേർക്ക് കിട്ടും? എത്ര പേർക്ക് ഒരു ശമ്പളം ഒരു ലോൺ എടുക്കാനായിട്ട് കിട്ടും? എങ്ങനെയും ഞങ്ങളെങ്ങനെ ഇറുക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇതൊക്കെ ആരോട് പറയാനാണ്? എപ്പോഴും വിചാരിക്കും ഇവരൊക്കെ ചാനലിൽ വന്നിരുന്ന് അങ്ങ് കരച്ചിലാണ്, നെഗറ്റീവ് പറയലാണ്. ഇത് ഇപ്പോഴത്തെ പാലോട്, കഴിഞ്ഞ ദിവസം പാലോട് പോയതാണ്. 17 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തു, 14 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവിടെ ഒരു കഞ്ചാവ് ലോബിൻ്റെ ഇടപെടൽ ഞങ്ങളുടെ കോളനിയിൽ പുറത്തുനിന്നുള്ളവരുണ്ടെന്ന് ഞങ്ങൾ പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വന്ന് ഞങ്ങളുടെ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി, 5-6 പയ്യന്മാരെ എടുത്തുകൊണ്ട് പോയി, അവരെ ടോർച്ചർ ചെയ്ത് അതിലൊരു ചെറുക്കൻ കയറി തൂങ്ങി, 17 വയസ്സുള്ള. ഇത് ദുരന്തമാണ്. ഇത് അതുപോലെ തന്നെ റീസണൊന്നുമില്ല. മനുഷ്യന്മാർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവർ ഈ 2 കൊല്ലം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിലാണ് ഇരുന്നത്. സർക്കാർ റേഷനരി കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ വലിയ പട്ടിണിയും ദുരിതവും ചത്തേനെ. റേഷനരി കിട്ടിയോണ്ട് മനുഷ്യന്മാരെ ചത്തില്ല. അപ്പോൾ ഒരു സമ്പാദ്യമുള്ളവർ ഒരു സമൂഹമല്ല ഞങ്ങളുടെ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അവകാശമില്ല, ഇവിടുത്തെ വിഭവങ്ങളിൽ ഞങ്ങൾക്ക് അവകാശമില്ല, ഇവിടുത്തെ എന്തിലാണ് ഞങ്ങൾക്ക് അവകാശമുള്ളത്? അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ തലത്തിലും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. 150ഓളം പെട്രോൾ പമ്പുകൾ പട്ടികജാതിക്കാർക്ക് അനുവദിച്ചു, 150ഓളം ഗ്യാസ് ഏജൻസികൾ അനുവദിച്ചു. 1.25 കോടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് പെട്രോൾ പമ്പിന് തരുന്നത്. അപ്പോൾ പമ്പിന് ഞങ്ങൾ സ്ഥലം കാണിച്ചു കൊടുത്താൽ മതി, ബാക്കി ഓയിൽ കമ്പനി വന്ന് ഇവരുമായിട്ട് ലാൻഡ് ഓണറുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കും, പമ്പ് പണിത് ഞങ്ങളുടെ കയ്യിൽ തരും. എത്ര പെട്രോൾ പമ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്? ഒരു പമ്പും ഞങ്ങളുടെ കയ്യിലില്ല. ഈ സവർണർ വരും, ഞങ്ങളുടെ ആധാർ കാർഡും ഇതും എടുക്കും, അവരാണ് ഈ പമ്പുകൾ നടത്തുന്നത്. ഞങ്ങൾ അറിയുന്ന പോലുമില്ല. നിങ്ങൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം ജഗതിയിലെ ഒരു പെട്രോൾ പമ്പ് ഇതുപോലെയാണ് കയറി. അതും ബാലകൃഷ്ണപിള്ളയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനും ഭാര്യയും കയ്യേറിയത് അവിടെ പോയിട്ട്. അവർക്കിവിടെ പോലീസിൻ്റെ സ്വാധീനമുണ്ട്, ഗുണ്ടകളുടെ സ്വാധീനമുണ്ട്. ഈ 2 സ്വാധീനങ്ങളുടെ ഇടയ്ക്ക് പോയിട്ടാണ് അവരെ ഇറക്കി വിട്ടിട്ട് ആ പമ്പ് ഞാൻ തിരിച്ചു പിടിച്ചത്. അപ്പോൾ അതേപോലെ ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്. ഞങ്ങളെ എങ്ങനെ ശബ്ദിക്കുന്നവരെ താമസിയാതെ ഒരു ടിപ്പർ കയറാനുള്ള എല്ലാ സാധ്യതയും ഞാനും കാണുന്നുണ്ട്. കാരണം ഇവന്മാരെല്ലാം എത്ര കേസുകളിലെ പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യിക്കുന്നു. പോക്സോ കേസുകൾ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. ഒരു കാശുകാരൻ്റെ അടുത്താണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഇതൊക്കെ അട്ടപ്പാടിയെയും കേരളത്തിലെ ആദിവാസികളെയും ബാധിക്കുന്ന വിഷയമാണ്. ഇത് പൊതുവായിട്ടുള്ളൊരു വിഷയമാണ്. എങ്ങനെയാണ് പ്രതികരിക്കുന്ന ഒരാൾക്കും ജീവിക്കാനും പറ്റത്തില്ല. എങ്ങനെയാണ് ജീവിക്കുക? ഞങ്ങളിത് എങ്ങനെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരോടാണ് പറയേണ്ടത്? ഇനി നിങ്ങൾ ഈ ആവശ്യങ്ങൾ പറയുന്നവരാരും ഇത് കേൾക്കുന്ന ഭാവം തന്നെ ഇല്ല എന്നാണോ? അല്ല, എല്ലാവരും പറയും ചെയ്യാന്ന് പറയും. പക്ഷെ ഇതിനകത്ത് ഇടത്തരക്കാരെ, മീഡിയേറ്റർമാരെ ഒഴിവാക്കണം. ഈ ജന്മരക്ഷാ പദ്ധതി തന്നെ ഇതും കൂടെ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് 6 മാസം 7 മാസമായെന്ന് തോന്നുന്നു. അല്ല, പൈസ കിട്ടാതെ 6-7 മാസമായി. പക്ഷേ ഈ പദ്ധതി തുടങ്ങിയപ്പം മണി ഓർഡറായിട്ട് ആളുകൾക്ക് പൈസ വരുമായിരുന്നു. അപ്പോൾ ഡയറക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പൈസ തെറ്റായിട്ടുള്ള അഡ്രസ്സിലയക്കും, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരെഴുതിയെടുക്കും. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറെ ഏൽപ്പിച്ച 50 ലക്ഷം കാണാനില്ല.
2 പ്രാവശ്യം നോട്ട് കൊടുത്തു. ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. തിരിച്ച് രാമേന്ദ്രൻ IAS ആയിരുന്നു അന്ന്. സാറിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു, ഹർട്ട് ചെയ്തു. സാർ അന്ന് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനൊരു പട്ടികജാതിക്കാരൻ ആയതുകൊണ്ട് എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് കരയേണ്ടി വന്നു എന്ന്. ഞാൻ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറ് സമാധാനമായിട്ടിരിക്കുക, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഊരിപ്പോയി ഒറ്റയെടുത്തും ജനറേഷൻ്റെ പൈസ കിട്ടുന്നില്ല. തിരിച്ച് എങ്ങനെയാണ് പോകുന്നത് നോക്കി, പോസ്റ്റ് ഓഫീസ് വഴിയാണെന്ന് നോക്കി അവിടെ പോയി അന്വേഷിച്ചു. പിന്നെ ഞാൻ ഫിനാൻസിൽ അറിയിച്ചു. ഫിനാൻസിലെ ഉദ്യോഗസ്ഥർ പോയി 2 പ്രാവശ്യം റെയ്ഡ് ഇട്ടു. അപ്പോഴാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ അക്കൗണ്ടിലേക്ക് 30 ലക്ഷം പോയതായി കണ്ടെത്തിയത്. അങ്ങനെ അയാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഇവർക്കൊക്കെ ഭയങ്കര രാഷ്ട്രീയ സ്വാധീനമാണ്. ഈ രാഷ്ട്രീയ സ്വാധീനം ഉള്ളിടത്ത് ഞങ്ങൾ തോറ്റു പോവുകയാണ്. ഈ രാഷ്ട്രീയ സ്വാധീനത്തിന് മുമ്പിലാണ് ഞങ്ങൾ തോക്കുന്നത്. ശ്രീ ധന്യ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതെല്ലാം നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഇത് പരിഹരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ആവലാതി. ഒപ്പം ഈ അട്ടപ്പാടിയിലെ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ AK സാദിഖ് പറഞ്ഞ പോലെ അവിടെ ഈ ആരോഗ്യ മേഖലയൊക്കെ സുശക്തമായി പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ആദ്യം ശിശുമരണം വന്ന സമയത്ത് വലിയൊരു കോർഡിനേഷൻ കമ്മിറ്റി എപ്പോഴും അവിടെ മീറ്റിംഗ് കൂടി അവലോകനം നടത്തി. ആ 182 ഊരുകളുണ്ട്, എല്ലാ ഊരുകളിലും പോയി എല്ലാം പക്കയായിട്ട് വന്നതാണ്. അപ്പോൾ ശിശുമരണം കുറഞ്ഞിരുന്നു. പിന്നെ ശിശുമരണം കുറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ഉഴപ്പായി. RDOയും പോകത്തില്ല, കലക്ടറും പോകത്തില്ല, ആരും പോകത്തില്ല, മീറ്റിംഗ് ചേരത്തില്ല. കൃത്യമായിട്ട് പിന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞു, അവിടെ ആശുപത്രിയിൽ വെന്റിലേറ്റർ ഇല്ല, വെന്റിലേറ്ററുള്ള ആംബുലൻസ് ഇല്ല, നിങ്ങൾ സീനിയർ ഡോക്ടേഴ്സിനെ തന്നെ അവിടെ നിയമിക്കണം. അപ്പോൾ ആ പോസ്റ്റ് പോലും ആരോഗ്യവകുപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് സീനിയർ ഡോക്ടേഴ്സിന് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർ അവിടുത്തെ അസുഖം അങ്ങനെയാണ്. ആ ഹോസ്പിറ്റലിന് കൊടുക്കേണ്ട ഫണ്ട് 12 കോടി രൂപയാണ് പെരിന്തൽമണ്ണയിലെ ഒരു സഹകരണ ആശുപത്രിക്ക് ഇപ്പോൾ കൊടുത്തത്. അവിടത്തേക്ക് വരുന്ന ഫണ്ടെല്ലാം ഡൈവേർട്ട് ചെയ്ത് കളയും. ഒരു വെന്റിലേറ്ററുള്ള ആംബുലൻസ് ഒരു ആവശ്യമാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനോ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ആംബുലൻസ്. അവിടുന്ന് തിരിച്ച് പെരിന്തൽമണ്ണയ്ക്കോ തൃശ്ശൂരോ കോയമ്പത്തൂരോ പോകണമെങ്കിൽ എത്ര മണിക്കൂർ യാത്ര ചെയ്യണം? അപ്പോൾ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് 5 ആംബുലൻസ് ഉണ്ട്, പക്ഷേ അതിനകത്ത് വെന്റിലേറ്റർ ഉണ്ടോ? അത് ഞങ്ങളുടെ ഒരു ആവശ്യമല്ലേ. ഞങ്ങൾ ഏത് കാലം തൊട്ട് അത് ആവശ്യപ്പെടാൻ തുടങ്ങിയാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ. അപ്പോൾ ഈ ആവശ്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ചെയ്യത്തില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഒരു സമയമുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ അവരങ്ങനെ മതി എന്നുള്ളൊരു ധാരണയാണ്. ഈ മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാറില്ല, ആരും ഇതുമായിട്ട് ഇടപെടാറുമില്ല. മരണം ഇപ്പോൾ ശിശുമരണം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും ഇങ്ങനെ മരണം നടന്നിട്ടുണ്ട്, അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പോഷകാഹാരക്കുറവുണ്ട്, അല്ലെങ്കിൽ ചികിത്സാ പിഴവുകളുണ്ട്, ആരോഗ്യ മേഖല പ്രശ്നങ്ങളുണ്ട്, ഈ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ആശുപത്രികളുണ്ട്, ഇവയൊക്കെ നേരെയാക്കി എടുക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും എത്താറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അട്ടപ്പാടിയിൽ എത്ര സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അല്ല, സാമൂഹ്യ പ്രവർത്തകർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരൊക്കെ ഉഴപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഉഴപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം അവർ ചെയ്യും. ഇതുപോലെ മാധ്യമങ്ങൾ എപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ആ സമയത്ത് ഇത് ഉദ്യോഗസ്ഥരെ ഇന്നലെ ന്യൂസ് 24-ൽ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് മിനിസ്റ്റർ ചർച്ച കണ്ടിട്ട് പറഞ്ഞു, ഞാൻ നാളെ തന്നെ അട്ടപ്പാടി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. മിനിസ്റ്റർ ഇന്ന് അട്ടപ്പാടിയിലെത്തി. മിനിസ്റ്റർ കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. രാധാകൃഷ്ണൻ മിനിസ്റ്റർ, ആ മിനിസ്റ്റർ വളരെ കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഇന്ന് പോയി വന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും പോയി, ഞാൻ ഒരാഴ്ച അവിടെ താമസിച്ച് അവിടെ എല്ലാം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ അത് നേരെ ആക്കുമെന്ന് ഒരു ഉറപ്പ് ഞങ്ങൾക്ക് മിനിസ്റ്റർ തന്നു. ഇതിപ്പോൾ ഒരു പുതിയ മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ പുതിയ മിനിസ്റ്റർ പണ്ടും പട്ടികജാതി മന്ത്രിയായിട്ടാണ് ഇരുന്നത്. കഴിഞ്ഞ 2016 മന്ത്രിസഭയിൽ ഇല്ലായിരുന്നു, ഇപ്പോൾ 2021 മുമ്പ് മന്ത്രിയായിരുന്നു. 2016 മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന AK ബാലൻ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ താങ്കൾ പറഞ്ഞ ഈ ഒരു മിനിസ്റ്റർ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതാണ് പറഞ്ഞത്, 2018 ശേഷം ശിശുമരണങ്ങൾ കുറഞ്ഞ സമയത്ത് ഉദ്യോഗസ്ഥർ ഉഴപ്പി. ശരി, AK ബാലനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, രാധാകൃഷ്ണൻ മിനിസ്റ്ററെ ഞാൻ കുറ്റം പറയത്തില്ല, PK ജയലക്ഷ്മി ഞാൻ കുറ്റം പറയത്തില്ല. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ തൊട്ട് താഴേക്കുള്ള ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിയാതെ ഉദ്യോഗസ്ഥരെ മിനിസ്റ്ററുടെ ഓഫീസിനെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ശരിയായ രീതി. അതായത് ആദിവാസി മേഖലകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന സംവിധാനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ തഴയപ്പെടുകയാണെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തി അവിടെ സംവിധാനം മാറ്റിയെടുക്കണ്ടേ? അത് ഞാനൊരു ഉദാഹരണം പറയാം. ഉത്തരവാദിത്തം അതെ, അത് വിജിലൻസ് ഒക്കെ കണ്ടെത്തി അത് നടപടി വരുമ്പോൾ മാത്രം അത് തിരുത്തും. പിന്നെ കുറേ കഴിയുമ്പോൾ പഴയ പോലെ ആവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. SPC എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് SPCക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അഗളി സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ 44 പിള്ളേർക്കുള്ള പൈസ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. 5 ലക്ഷം വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് വിജിലൻസ് നോക്കിയപ്പം ഞങ്ങളുടെ പിള്ളേർ പരാതി പറഞ്ഞു, 4 പിള്ളേർ ആദിവാസികൾ, ബാക്കി 40 പിള്ളേർ ജനറൽ മറ്റ് കാറ്റഗറിയിലുള്ള. അപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്ക് കിട്ടേണ്ട ഫുഡും കെയറും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും അവരുടെ ആ SPCയുടെ ഒരു ക്വാളിറ്റി ഞങ്ങളുടെ അതിന്ന് സാമൂഹ്യമായിട്ട് വളരേണ്ട ആ സാഹചര്യങ്ങളെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ അധ്യാപകർ അങ്ങനെയാണ്. മുമ്പ് അങ്ങനെയായിരുന്നു. അത് വിജിലൻസ് കണ്ടെത്തി തിരുത്തി അതിപ്പോൾ നേരെ മര്യാദക്കായി. പക്ഷേ ആ വിജിലൻസ് ഓഫീസറുടെ കാര്യം എന്തായി?
അയാൾ ഇപ്പോഴും പണിഷ്മെൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ നീ എന്തിനാ പുറത്ത് പറഞ്ഞതെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചിട്ട് അവരെ പൊളിറ്റിക്കലി ആ ഉദ്യോഗസ്ഥനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതാ നീ നടന്നിട്ട് ഇപ്പോൾ 3-4 വർഷം ആയെങ്കിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്, 1-2 പ്രശ്നങ്ങൾ. ഇത് മര്യാദക്കാണെങ്കിൽ രാഷ്ട്രീയക്കാരെ ആദ്യം ഞങ്ങളെ വകുപ്പ് നിന്ന് ഓട്ടി ഓടിക്കണം. ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും ഒരു രാഷ്ട്രീയക്കാരനെ ഇരുത്തരുത്. ഇവർ വന്ന് ഈ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഇരുന്നിട്ടാണ് ഇത്രയും അവർ ഹണി ട്രാപ്പ് അടക്കം എല്ലാ സാധനങ്ങളിലും അവർ വീണ് പോകുന്നത്. എല്ലാം ഉണ്ട്. ഇനി ഇതിനപ്പുറം എനിക്ക് പറയാനായിട്ടില്ല. മടുത്തു, പറഞ്ഞ് മടുത്തു. ശരി, ധന്യയുടെ വിഷയങ്ങൾ നമുക്ക് കേൾക്കണം. ആദിവാസി സമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ശ്രീ LR വിനയേന്ദ്രൻ, ഇവിടെ സർക്കാരുകൾ നോക്കുകുത്തികളാകുന്നു, ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെതിരെ, അതായത് ആദിവാസി സമൂഹത്തിനെ പാർശ്വവൽക്കരിക്കുന്നു, അവർക്ക് നൽകേണ്ടതൊന്നും നൽകുന്നില്ല. ഇവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കോടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇവരെല്ലാം മണിമാളികകൾ വെച്ച് അന്തസ്സായി ജീവിച്ചേനെ. അവർക്കൊരു തുണ്ട് ഭൂമി കൊടുക്കില്ല, കിടക്കാൻ ഒരിടം കൊടുക്കില്ല, അവരുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല, ആരോഗ്യ സംവിധാനങ്ങൾ ഉയർത്തില്ല, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അവരെ നോക്കുന്നില്ല. എന്തിനാണ് നിങ്ങളെപ്പോലൊരു സർക്കാർ ഇവിടെ? എന്തിനാണ് നിങ്ങളെയൊക്കെ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഈ ആദിവാസികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനങ്ങൾ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് തന്നെയാണെങ്കിൽ കൂടിയും ഇവിടെ ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമാക്കി എന്തിനാണ് ആദിവാസികളെ മാറ്റുന്നത്? ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നീതി ആയോഗ് തയ്യാറാക്കിയ സർവേ പ്രകാരം ദാരിദ്ര്യം കുറഞ്ഞ ഒരു നാടായി കേരളം മാറിയിരിക്കുന്ന ദിനം, അതിലുപരിയായി ദേശീയ കുടുംബാരോഗ്യ സർവേ കണ്ടെത്തൽ പ്രകാരം ശിശുമരണ നിരക്കും കേരളത്തിൽ കുറവാണ് എന്ന വാർത്ത വന്ന ദിവസം തന്നെ ഇത്തരത്തിലേക്ക് ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നത് നമ്മയെല്ലാം തന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ മറ്റു കണക്കുകൾ ചിലപ്പോൾ തെറ്റായിരിക്കും. എന്താണ്? അവാർഡ് കിട്ടിയ കണക്കുകൾ തെറ്റായിരിക്കും. ഇല്ല, ഞാൻ ശിശുമരണ നിരക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, ശിശുമരണ നിരക്കിലേക്ക് പോകുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ആദിവാസി മേഖലയിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് ധന്യാരാമൻ സൂചിപ്പിച്ച പോലെ അവരുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? 1976 SC/ST സംവിധാനം വകുപ്പുണ്ടാക്കിയതിന് ശേഷം ഇതുവരെ അവർക്ക് നൽകാൻ കഴിയുന്നത്, അതായത് എത്ര വർഷമായി അവരുമായി ഏകദേശം 45 വർഷത്തോളം പിന്നിടുമ്പോഴും അവരെന്നും അതേ അവസ്ഥയിൽ തന്നെയാണ്. ഒരു പടി മുന്നോട്ട് പോയിട്ടില്ല. തീർച്ചയായും അത് ശ്രീമതി ധന്യാരാമനോടൊപ്പം മുൻ കാലങ്ങളിലും ഇതുപോലുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ ശ്രീമതി ധന്യാരാമൻ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നു. പക്ഷെ എന്താണ് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. അനുഭാവപൂർണ്ണമായി ആരെങ്കിലും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ പ്രശ്നങ്ങൾ? നിങ്ങൾ കാണുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥം? പറഞ്ഞു വരട്ടെ. ഇവിടെ നമുക്കറിയാം, ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ പറയുന്നത് പോഷകാഹാരക്കുറവിനെക്കുറിച്ച് തന്നെയാണ്. മന്ത്രി, അദ്ദേഹം പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി, അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. പക്ഷെ അതിനു മുമ്പ് നമ്മൾ കാണേണ്ട ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഈ 3 ദിവസം പ്രായമായ ഈ കുട്ടിക്ക് ശ്വാസ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളതും, മറ്റൊരു കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചിരുന്നു എന്നുള്ളതും, 6 വയസ്സുകാരിയായ കുട്ടിക്ക് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നതായും നമ്മൾ കാണാതെ പോകരുത്. പോകുന്നില്ല ശ്രീ എല്ലാവരും കാണാതെ പോകുന്നില്ല. പക്ഷെ അവിടുത്തെ വിഷയം എന്താണെന്ന് അറിയാമോ? താങ്കൾ ഈ പറയുന്ന രോഗങ്ങളെല്ലാം ഈ കുട്ടികൾക്കുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിൽ അടക്കമുള്ള കുട്ടികൾ, സാധാരണ കുട്ടികൾ ഏത് തരത്തിലാണോ ആശുപത്രികളിലേക്ക് എത്തപ്പെടുന്നത്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്, ആരോഗ്യ മേഖല അവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, ആ സംരക്ഷണവും കവചവും ഉണ്ടാകണം അവർക്ക്. അതുണ്ടായിട്ടുണ്ടോ? അത് പറഞ്ഞു വരട്ടെ. ഇന്ന് തന്നെ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഈ ആദിവാസി സമൂഹത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. എന്നും ഫീഡ് ചെയ്ത് കഴിയേണ്ടവരല്ല ആദിവാസികൾ എന്ന് വളരെ വ്യക്തവും ശക്തവുമായ ഒരു വാക്ക് തന്നെയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശ്രീമതി ധന്യാരാമൻ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുത്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം.
ശ്രീമതി ധന്യരാമൻ പറഞ്ഞത് 28 കോടിയോളം രൂപ ചിലവഴിക്കപ്പെട്ടിട്ടും NGOs കൊണ്ട് അത് എന്താണ്, അത് ഈ പാവങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. 2018 ഫെബ്രുവരി 22 നാം മറന്നു കാണില്ല. മധു എന്ന സഹോദരൻ ആഹാരത്തിന് വേണ്ടി തെരുവിലേക്കിറങ്ങിയ ദിവസമാണ്. അമ്മ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരുമില്ല, ഞാൻ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, എൻ്റെ മകന് നീതി കിട്ടണം എന്ന്. അതുപോലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ആദിവാസി സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ച തന്നെയാണ്. ശ്രീ AK ബാലനും ഇതിനൊക്കെ എന്ത് നടപടികൾ എടുത്തു എന്നെന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും നടപടി എടുത്തോ? ഈ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഏറെ നാളുകളായി അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ കഴിയുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ ശിശുമരണം വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചർച്ച എടുത്തത്. പക്ഷെ ചർച്ചയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഇല്ല, അത് 1-2 കോടി രൂപയുടേതല്ല. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ഇവരുടെ പേര് പറഞ്ഞ് 325 കോടി രൂപ അധികമായി ഉണ്ടാക്കിയെടുക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഇവിടെ വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഏത് വഴിക്കാണ് പോകുന്നത്? ആരാണ്? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും രൂപ ഈ ആദിവാസി ക്ഷേമത്തിനും SC/ST സംവിധാനത്തിനും വേണ്ടി മുടക്കുന്ന പണം അവരുടെ കൈകളിലേക്ക് എത്തിയിരുന്നെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 1.5 ലക്ഷത്തിലേറെ വരുന്ന ആ ഒരു വിഭാഗക്കാരുണ്ടല്ലോ, അവരിന്ന് മണിമാളികയിൽ ജീവിച്ചേനെ. ഇവരിന്നും മുഴുപട്ടിണിക്കാരാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരാണ്. അല്ല, കെടുകാര്യസ്ഥതയെക്കുറിച്ച് നമ്മൾ ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഇതെന്ന് പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഇന്ന് പരിഹരിക്കപ്പെടും, നാളെ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു പോകേണ്ട കാര്യവുമല്ല. പക്ഷേ വളരെ ഊർജിതമായി തന്നെ ഇന്ന് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പട്ടികക്ഷേമ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് പരിഹാര മാർഗ്ഗങ്ങൾ? ഒറ്റ നിമിഷം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MM സഫർ, ഇവിടെ ഈ ഒരു വിഷയം വരുമ്പോൾ മാനുഷികമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഈ ഏതെങ്കിലും തരത്തിൽ ആദിവാസികളാവട്ടെ, SC/ST വിഭാഗക്കാരാട്ടെ, അവരിലേക്ക് എത്തപ്പെടേണ്ട പണം, അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ട പണം, ഇതൊക്കെ കൃത്യമായി അവരിലേക്ക് എത്തുന്നില്ല. നിങ്ങളുടെ സംഘടന ഏതെങ്കിലും തരത്തിൽ ഈ ആദിവാസി സമൂഹത്തെ രക്ഷപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെടുന്ന സംഘടന അടക്കം കേരളത്തിൽ സജീവമായി മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ ഇത്തരം വിഷയങ്ങളിൽ വളരെ താല്പര്യപൂർവ്വം ഇടപെടുകയും മധുവിൻ്റെ വിഷയം ഉൾപ്പെടെ വളരെ ഭംഗിയായി, ശ്രീമതി ധന്യരാമനൊക്കെ നന്നായിട്ട് അറിയാം, അത് ധാരാളം സംഘടനകളുണ്ട്, കടലാസ് സംഘടനകളുമുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് കൊണ്ട് ഇത് ഇത്രയും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ പഴിചാരുമ്പോഴും വലത് ഇടത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചപ്പോഴും ശ്രീമതി ധന്യരാമൻ പറഞ്ഞ ചില അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, ഒരു അടിസ്ഥാനമായ മനുഷ്യൻ്റെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. ഒരു കുഞ്ഞ് നമ്മുടെ ഭൂമിയിൽ ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആരോഗ്യവും ഭക്ഷണവും, അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസവും ഭവനവും ഒക്കെ കൊടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ ഈ 28 കോടിയുടെയും പല കണക്കുകൾ ഇവിടെ രാഷ്ട്രീയപരമായി ചർച്ചയിൽ വരുന്നു. ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ എന്ന് തന്നെ ഞാൻ പറയുന്നു. നമ്മളിന്ന് ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പോലും കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ കാലങ്ങളായി നമ്മുടെയൊക്കെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആലുവയിൽ മനുഷ്യത്വരഹിതമായ, അതുപോലെ തന്നെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ സാക്ഷരത കൊണ്ട് അഹങ്കരിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ ഈ നാട്ടിൽ, രാഷ്ട്രീയ സാംസ്കാരിക ഉന്നത വ്യക്തിത്വങ്ങളുള്ള നമ്മുടെ ഈ കേരളത്തെ, ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട്ടിൽ വലതോ ഇടതോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കി എടുക്കുവാനോ? അതിന് മറുപടി എനിക്ക് ധന്യരാമൻ പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങേണ്ടി വരും. ഇതൊക്കെ ആരാണ് ഇതിനകത്ത്? ഈ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ നമുക്കില്ലാത്തതിൻ്റെ ഫലമല്ല. ഒറ്റ നിമിഷം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ധന്യരാമൻ, ഈ ഫണ്ടുകളൊക്കെ മറ്റ് രീതിയിൽ
വഴിമാറ്റി ചെലവഴിക്കുന്നത് കൊണ്ട് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതായി പോകുന്നത്? അതാണ് യഥാർത്ഥ വിഷയം. ഒന്ന് ആദ്യം ഞങ്ങൾക്ക് കൃഷിയാണ് അട്ടപ്പാടിയുടെ നട്ടെല്ല്. അതുപോലെ ഞങ്ങളുടെ പൂർവികരും കൃഷിയുടെ ശാസ്ത്രജ്ഞന്മാരായിരുന്നു, അത്രയ്ക്കും കഴിവുള്ളവരാണ്. ഒന്ന് ഞങ്ങൾ ഭൂരഹിതരായിപ്പോയി. ഭൂമി വേണം, അതിലെ വിഭവങ്ങൾ എടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. ഇത് രണ്ടുമാണ് അടിസ്ഥാന സൗകര്യം. മനുഷ്യന് കയറിക്കിടന്ന് ഉറങ്ങാനുള്ള, സ്വൈര്യമായിട്ട് കയറിക്കിടന്ന് ഉറങ്ങാൻ പറ്റണം. ഈ ഒരു 3 വർഷത്തിനിടയിൽ 600 റേപ്പൊക്കെ നടന്നിട്ടുണ്ട്, 600 പോക്സോ കേസുകൾ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. അത് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഞങ്ങൾ മാറേണ്ടതുണ്ട്. അതിന് മനുഷ്യന്മാർ, കുറച്ച് പൊതുസമൂഹം ഞങ്ങളെ മനുഷ്യന്മാരായിട്ട് പരിഗണിക്കണം. ഞങ്ങളെ ആർക്കും എന്തും വന്ന് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു ധാരണ കുറേ പേർക്ക് ഇപ്പോഴും ഉണ്ട്. അതാണ് ഈ റേപ്പിൻ്റെയൊക്കെ ഈ ശേഷിപ്പുകൾ ഇപ്പോഴൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ട്രാപ്പ് ചെയ്യാനും അതിനകത്തൊക്കെ പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മയക്കുമരുന്നിന് അടിമയാക്കാനായിട്ട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ധന്യരാമൻ എന്ത് വിചാരിക്കുന്നു? അവരെ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ, സമൂഹത്തിന്റെ ഈ കണ്ണിനെ ഇങ്ങനെ നോക്കാതിരിക്കാൻ ഈ രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കട്ടെ. ഈ നിലവിൽ ഞങ്ങൾക്കുള്ള SC ST വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ മൊത്തം മാറ്റണം. എന്നിട്ട് ഡെപ്യൂട്ടേഷനിൽ പുറത്തുനിന്ന് ഈ വകുപ്പിനോട് സർവീസ് എടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ വരട്ടെ. പകുതി മാറ്റം അപ്പം സംഭവിക്കും. ഞങ്ങൾക്ക് കൃത്യസമയത്ത്, ഞാൻ പറയാം, പദ്ധതികളുണ്ട്. അതിപ്പോൾ ജന്മരക്ഷയുണ്ട്. ഒരു കുട്ടീനെ പ്രസവിച്ചിട്ട് 3 മാസം തൊട്ട് 1 വയസ്സാകും വരെയാണ് കിട്ടേണ്ടത്. പക്ഷേ കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞിട്ട് ആ പൈസ കിട്ടിയിട്ട് എന്താണ് കാര്യം? ഒരു 1000 രൂപ ഒരു വണ്ടി പിടിച്ച് ആശുപത്രി പോകാൻ, ഒരു അയൺ ടാബ്ലറ്റോ ഒരു കാൽസ്യം ടാബ്ലറ്റോ മേടിക്കാൻ, എന്തിനും 1 കിലോ ആപ്പിൾ മേടിച്ചു തന്നു. എല്ലായിടത്തും ഗർഭിണികൾ പ്രസവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആദിവാസികളുടെ ഗർഭം മാത്രം ചർച്ചയിൽ വരുന്നു? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ, അതൊരു ദുരന്ത അവാർഡുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശിശുമരണം ഇപ്പോഴും, ഞങ്ങൾ ഈ ദാരിദ്ര്യം പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഞങ്ങൾക്ക് കരകയറാൻ പറ്റുന്നില്ല. മറ്റുള്ള സമൂഹം ഞങ്ങളെ വഞ്ചിച്ച് കബളിച്ചതാണ് ഇവിടുത്തെ സവർണ്ണ സമൂഹം. ഞങ്ങളുടെ തൊഴിൽ, ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ എല്ലാം ഇല്ലാതാക്കിയിട്ട് അവരിവിടെ കുത്തകയായിട്ട് അവരിവിടെ വാഴുകയാണ്. അത് രാഷ്ട്രീയത്തിലൂടെ, ഉദ്യോഗസ്ഥരിലൂടെയാണ് ആ വാഴ്ച നടക്കുന്നത്. ഞങ്ങളുടെ പണം പോകുന്നത് ഇവരുടെ തലമുറകളിലേക്കാണ്. ഇത് തന്നെയാണ്. ഈ ഉദ്യോഗസ്ഥരെ ആദ്യം മാറ്റട്ടെ. പിന്നെ അട്ടപ്പാടിയൊക്കെ SC ST വിഭാഗത്തിലുള്ള MLA മാരും MP മാരും വരട്ടെ. ഈ മറ്റുള്ളവർ തന്നെ എന്തിനാ ഈ കാലാകാലങ്ങളായിട്ട് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ ദളിത് ആദിവാസികളുള്ളവർ എടുത്ത് അവർക്ക് കൊടുക്കൂ. പക്ഷേ ഞങ്ങളുടെ MLA മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂ. PK ജയലക്ഷ്മി മന്ത്രിയായാൽ ഉത്തരവിടണമെങ്കിൽ ഉമ്മൻചാണ്ടി സാർ വേണം, ഒരു ഓർഡർ ഇറക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പെർമിഷൻ വേണം. അങ്ങനെയല്ല. ഒരു മന്ത്രിക്ക് ചെന്ന് കണ്ട് ഒരു കോർപ്പസ് ഫണ്ട് നിങ്ങൾ വിനിയോഗിക്കുക, നിങ്ങളത് ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് പറയാൻ പറ്റണം. പൈസ അപ്പോൾ ഒരു ആശുപത്രി പോകണമെങ്കിൽ, ഒരു ആംബുലൻസ് വിളിക്കണമെങ്കിൽ പൈസ എടുക്കണം. ആ പൈസ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അപ്പം കിട്ടണം. ഞങ്ങൾക്ക് പഠിക്കാൻ പോകണം. ഇപ്പം തന്നെ 2 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് പിള്ളേർ സാമൂഹികമായിട്ട് മാറുന്നതില്ലാതായി, സ്കൂളിൽ പോകുന്നില്ല. ഞങ്ങളുടെ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ആഘാതം ഏറ്റിട്ടുള്ളത്. ഒരു PSC കോച്ചിങ്ങിന് പോകാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയിട്ടില്ല. കോഴ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഇനി എന്തിനേറെ ഇപ്പോൾ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു NGOയ്ക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട്. ആ NGO പോലും തട്ടിപ്പായിരുന്നു. ഞങ്ങളുടെ ആൾക്കാരെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ട്രെയിനിങ് കൊടുക്കുക, അതൊരു വലിയ തട്ടിപ്പായിരുന്നു. ഞങ്ങളെ ഏതെല്ലാം രീതിയിൽ തൊഴിലിലും പറ്റിക്കാൻ പറ്റുന്നുണ്ടോ അത്രയെല്ലാം പറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കാസർഗോഡ് പാണത്തൂരുള്ളൊരു കുട്ടി ഡോക്ടറേറ്റ് എടുത്തിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ ജോലി കൊടുക്കാതിരുന്നത്. അവൻ വേറെ NITയിൽ പോയി ജോലി ചെയ്തപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തട്ടിപ്പ് മനസ്സിലായി. ഈ ഞങ്ങളുടെ ദീപാ മോഹനൻ പഠിക്കാനായിട്ട് MG യൂണിവേഴ്സിറ്റി പോയതാണ്. എന്തായി? 10 കൊല്ലമായിട്ട് റിസർച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. വംശീയത. ഞങ്ങൾ ഇതൊക്കെ ഓരോ സെക്കൻഡും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മറ്റുള്ളവർക്ക് ജാതി ഒരു വിഷയമല്ല. വംശീയമായിട്ട് ഞങ്ങളെ ഭൂമി തരാത്തവരാക്കി മാറ്റി. ഇവർ പറഞ്ഞു മിച്ച ഭൂമി സർവേ ചെയ്ത് ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. മിച്ച ഭൂമി സർവേ 50% പോലും പൂർത്തിയായിട്ടില്ല. ഈ സർക്കാർ വന്നിട്ട് ഈ കേരളം രൂപീകരിച്ചിട്ട് എത്ര വർഷമായി? ഈ ഒരു 2021 മിച്ച ഭൂമി സർവേ പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും കുത്തക മുതലാളി 5.5 ലക്ഷം ഏക്കർ ഭൂമി ഇതാ രാജമാണിക്യം കമ്മീഷൻ പറഞ്ഞ് തിരിച്ചു പിടിക്കണം. ആ തിരിച്ചു പിടിച്ച് അതിൻ്റെ ഒരു 1/4 ഭാഗം മതി ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഇടം താ. ഈ ചേരി കോളനി തന്നെ ഞങ്ങളെ തള്ളാതെ ഞങ്ങൾ ടാർപോളിൻ ഷീറ്റിൻ്റെ അടിയിൽ കിടക്കണം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? ഈ അവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് ഭൂമി അനുവദിക്കുക. ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് 10-50 കൃഷി വകുപ്പിന് തന്നെ ഒരു 150 സബ് വകുപ്പുകളുണ്ട്. ഇവരെല്ലാം തമിഴ്നാട്ടിൽ പോയി അവിടുന്ന് 3 രൂപയ്ക്ക് കിട്ടുന്ന പച്ചക്കറി ഇവിടെ കൊണ്ട് 80 രൂപയ്ക്ക് വിൽക്കാനല്ലേ ഇവരെ കൊണ്ടൊക്കെ കൊള്ളുള്ളൂ. ഞങ്ങൾ കൃഷി ഉണ്ടാക്കി കാണിക്കാം. ഞങ്ങൾക്ക് പാട്ടത്തിനെങ്കിലും ഭൂമി താ. ഞങ്ങൾക്ക് പാട്ടത്തിന് ഭൂമി തരാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ 3 ഏക്കർ ഭൂമി പാട്ടത്തിന് തരാൻ ഞങ്ങൾ റവന്യൂവിൽ പോയി സംസാരിച്ചാൽ ഇന്നേ വരെ ആർക്കെങ്കിലും റവന്യൂ ഈ 3 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ തന്നിട്ടുണ്ടോ? തരൂല. ഈ ഉദ്യോഗസ്ഥർ അങ്ങനെയാണ്. ഇത്രയും എരണം കെട്ട ഈ ഉദ്യോഗസ്ഥരാണ് ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും അട്ടിമറിക്കുന്നത്. ആ പൈസ ഞങ്ങളുടെ കയ്യിലേക്ക് എത്താതെ അത് ഇടനിലക്കാർക്ക് കൊടുക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥരാണ്. ഇവരെന്ന് ചത്തൊടുങ്ങുന്നു അല്ലെങ്കിൽ ഇവരെന്ന് ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തുനിന്ന് പരിസരത്തുനിന്ന് മാറി നിൽക്കുന്നു, അന്ന് ഞങ്ങൾ ഗതി പിടിക്കും.
തീർച്ചയായിട്ടും അതിലപ്പുറത്തേക്ക് ആദിവാസികളുടെ ഒന്നുമില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ വളരെ വലുതാണ്, അതൊരിക്കലും കാണുന്നില്ല. പക്ഷേ അവർക്ക് വേണ്ടിയുള്ള ഫണ്ട് എന്ന് പറയപ്പെടുന്നത് കൃത്യമായി എത്തുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നും തീരാത്ത ദുരിതത്തിലും ഒപ്പം കണ്ണീരിലുമാണ് ഈ ആദിവാസി സമൂഹം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എം സഫർ, താങ്കൾ ഈ ധന്യരാമൻ സംസാരിക്കുമ്പോൾ കൈ പൊക്കിയായിരുന്നു, എന്തായിരുന്നു കാരണം? അപ്പോൾ അത് എന്തെങ്കിലും മറുപടി ആയിരുന്നോ? അല്ല, ശ്രീമതി ധന്യാരാമൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ജനപ്രതിനിധികളാകണം, MLA ഒക്കെ ആകണം. എവിടെ ആയിട്ടില്ലേ? ഇതിനു മുമ്പ് കേരളത്തിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ജനപ്രതിനിധികളായി. അവർ തന്നെ ഇവിടെ മന്ത്രിമാരുടെയും MLA-മാരുടെയൊക്കെ പേരുകൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയിലും അതിനു മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോഴുമൊക്കെ ഇന്നും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ സംഭാവന എന്താണ്? ഇവിടെ മണ്ണിൽ പണിയെടുക്കുന്നവൻ മണ്ണ് തിന്ന് ജീവിക്കണം എന്നുള്ള ആ ഒരു ധാർഷ്ട്രീയ മനോഭാവമുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിലേക്ക് തന്നെയാണ് ശ്രീമതി ധന്യാരാമൻ വിരൽ ചൂണ്ടുന്നത്. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പല വീഥികളിലൂടെയും നമ്മൾ പോകുമ്പോൾ ഈവൻ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും മന്ത്രിയുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡുകൾ നമ്മൾ കാണുന്നു. ഗവൺമെൻറ്റിൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒരു MLA-യുടെ ഇത്ര വർഷത്തെ വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അത് മന്ത്രിയുടെ വികസന ഫണ്ട് സംഭാവന എന്ന് നമ്മൾ കാണുന്ന സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മണ്ണ് തന്നെ ജീവിക്കണമെന്നാണോ പറയുന്നത്? ഒരു ശിശുവിൻ്റെ ഇതൊക്കെ എത്ര നിസ്സാരമായ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് പറയുന്നത്, 25-ാം തീയതി പത്തനംതിട്ട ശബരിമല വനത്തിൽ രാജാമ്പാറ താമസിക്കുന്ന അജയൻ എന്ന ആളുടെ കുട്ടിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. റാന്നി ട്രൈബൽ ഓഫീസർ അവരോട് പറഞ്ഞത് അവിടെ ചെന്നാൽ ST പ്രൊമോട്ടർ എല്ലാം ചെയ്തു തരുമെന്നാണ്. അവർ അവിടെ ചെന്നപ്പോൾ ST ഓഫീസിൽ ആരും തന്നെയില്ല. അവസാനം ഒടുവിൽ ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ കാണുന്നു, പ്രസാദ് സോമരാജ് എന്ന് പറയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനം ഏർപ്പെടുത്തി അവിടെ ഒരു വീട്ടിൽ കൊണ്ട് രാത്രി അവരെ കിടത്തി. അതിനുശേഷം ആണ് അടുത്ത ദിവസം അവർക്ക് പോകേണ്ടി വന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട്. തിരുവനന്തപുരത്ത് പത്തനംതിട്ട ശബരിമല രാജമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ആളിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാണ് ആദിവാസികളുടെ ഗതികേട് എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും ഫണ്ടുകൾ, കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ, ഇതെവിടെ ചെലവഴിക്കുന്നു? ഇത് അന്വേഷിക്കേണ്ടത് പോകുന്നു. ഒരു ഉദ്യോഗസ്ഥൻ്റെ പോക്കറ്റിലേക്ക് പോകുന്നു, അവൻ്റെ കുടുംബത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സോഴ്സ് ഇല്ലേ നമ്മുടെ ഈ നിങ്ങളെ പോലുള്ള നിങ്ങളുടെ സമിതി പോലുള്ള അവകാശ പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായി മുന്നോട്ടിറങ്ങേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഇനി തെരുവിലിറങ്ങിയാൽ അതിനും തയ്യാറാണ്, നിരാഹാരം കിടക്കണമെങ്കിൽ അതിന് തയ്യാറാണ്. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ M സഫർ, താങ്കളെപ്പോലുള്ളവർ അല്ലെങ്കിൽ താങ്കളടക്കം ഉള്ളവരുടെ ഈ സംഘടന എന്ന് പറയപ്പെടുന്നത് ചെയ്യേണ്ടത് ഈ കൊഴിഞ്ഞാമ്പാറ മേഖലകളിലേക്കോ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ അട്ടപ്പാടി മേഖലകളിലേക്കോ അഗളിയിലേക്കോ ചെല്ലണം. അവിടെയുള്ള ജനങ്ങളുടെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ കണ്ടെത്തണം. എന്നിട്ട് ആദിവാസി സമൂഹത്തിന് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയണം. അതിനുശേഷം അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മഹാന്മാരുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അവിടെ രാഷ്ട്രീയമില്ലല്ലോ. നിങ്ങളെപ്പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അഥവാ ഉണ്ടെങ്കിലും ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവരുടെ ഈ പ്രവർത്തനം ഇവർ ഇന്ന് വരെ കുറച്ച് മുമ്പ് വരെ ധന്യരാമൻ പറഞ്ഞ പോലെ അവർക്ക് കയറിക്കിടക്കാൻ ഒരു ഇടമുണ്ടാക്കിയെടുക്കാൻ അവർ തയ്യാറാണ്. അവർ തന്നെ തയ്യാറാണ്. പക്ഷേ അവർക്ക് കൊടുക്കുവാൻ, പാട്ടത്തിനെങ്കിലും കൊടുക്കുവാനുള്ള ഭൂമി കൊടുക്കൂ, കൃഷി ചെയ്യാൻ തയ്യാറാണ്. ആ കൃഷി ചെയ്ത് അവർ കാണിച്ചു തരാം. നിങ്ങൾ 3 രൂപയ്ക്ക് വാങ്ങുന്ന അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് 3 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ 80 രൂപയ്ക്ക് വിൽക്കാൻ നിങ്ങൾ കാട്ടുന്ന ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മാറ്റിത്തരാം, ഞങ്ങൾക്ക് ഭൂമി തരൂ, ഞങ്ങൾ കൃഷി ചെയ്തു തരാം. ഇതൊന്നും കാണാതെ പോകുന്നത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള ശ്രമമല്ലേ? തീർച്ചയായും ഞങ്ങളിൽ പ്രവർത്തകർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതിനുള്ള ഉണ്ടെങ്കിൽ പോലും എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളൊക്കെ തയ്യാറ് തന്നെയാണ്. പക്ഷേ അവിടെയും എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കടന്നു ചെല്ലുന്ന ഓരോ പടിക്കെട്ടുകൾ, നമ്മൾ ചവിട്ടുന്ന പടിക്കെട്ടുകളിലും തടസ്സങ്ങൾ മാത്രം സൃഷ്ടിക്കാൻ മാത്രം സർക്കാർ സർവീസിൽ വിരാജിക്കുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥ പ്രഭുക്കൾ തന്നെയാണ്. അതിന് കർശനമായ നിയന്ത്രണം. ഇവിടെ മൗനം പാലിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വരുന്ന സംഭവങ്ങളിൽ പ്രതികരിക്കാതെ ഭരണകർത്താക്കൾ ഓടി ഒളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാനതിലേക്ക് എൻ്റെ 2 സൈഡും 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇരിപ്പുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല.
എനിക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനത് ആവർത്തിക്കുകയാണ്. ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മൗനം ഭൂഷണമാകുന്ന അധികാരിവർഗം അവർ ചിന്തിക്കുക തന്നെ വേണം. അവർ താക്കീത് ചെയ്യുമ്പോൾ താക്കീത് കൊടുക്കുവാനും, ഈ അടുത്ത കാലത്ത് ചില മന്ത്രിമാർ മാത്രം വളരെ വ്യക്തമായി തുറന്നു പറയുന്നുണ്ടല്ലോ, ഞാൻ മന്ത്രിമാരുടെ പേരൊന്നും പറയുന്നില്ല, വ്യക്തമായി പറയുന്നുണ്ടല്ലോ തടസ്സങ്ങൾ എന്താണെന്നും അത് എങ്ങനെ നീക്കം ചെയ്യണമെന്നും. ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ എന്നെപ്പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയത്തിനുപരി ചിന്തിക്കുന്നവരും ഇതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നവരാണ്. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്നവർ, ഭരണകർത്താക്കൾ സ്വീകരിക്കുന്നുവോ അന്ന് മാത്രമേ ഈ സാധാരണ ജനത്തിന് നീതി ലഭിക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാൻ. തീർച്ചയായിട്ടും. ശ്രീ LR വിനേന്ദ്രൻ, ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹമാണ് ആദിവാസികൾ എന്നുള്ള രീതിയിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് ഏറെയായി. ഈ SC/ST വിഭാഗങ്ങളടക്കം അനുഭവിക്കുന്ന വേദനകളെ കാണാൻ ഈ വിഭാഗങ്ങൾ, മന്ത്രിമാരടക്കമുണ്ട് ഈ SC/ST വിഭാഗത്തിന് തന്നെ. അങ്ങനെ ആ വിഭാഗത്തിനെ കാണാതെ, അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് എന്താണ് ഗുണം? എന്ത് ഗുണമാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത്? ഒന്നും ലഭിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ഇത്രയും നാളുകളായി 45 വർഷത്തിലധികമായി പട്ടിക വിഭാഗം ഉണ്ടാക്കി അതിനൊരു വകുപ്പും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ശ്രീ സഫർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാര്യം ഇവിടെ ധന്യരാമൻ പറഞ്ഞതുപോലെ പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി മേഖലകളിൽ നിന്ന് ജനപ്രതിനിധികളൊന്നും ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല. അവരുടെ വകുപ്പ് ഭരിക്കുന്നതും നമ്മളത് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു സവർണ മേധാവിത്വം എന്ന് പറഞ്ഞ് ആ സവർണ മേധാവിത്വത്തെ ഉന്മൂലനം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയവർ തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നത് ഞാൻ മുന്നേ കൂട്ടി പറയട്ടെ. പക്ഷേ അവിടെ ഒരു തിരുത്ത് വേണം. അതായത് കഴിഞ്ഞ ഇപ്പോൾ രണ്ടാമത്തെ സർക്കാർ വരുന്നതിന് മുൻപ് ഈ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലും ഇതേ ആർജവമുള്ള, താങ്കൾ പറഞ്ഞല്ലോ ഇവരെയൊക്കെ പിടിച്ചു കെട്ടാൻ കെൽപ്പുള്ള സർക്കാരാണ് ഇവിടെ ഭരിച്ചിരുന്നതെന്ന്. അങ്ങനെ ഭരിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതായിപ്പോയി? എങ്കിൽ ആ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ആദിവാസികൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളെന്ന് പറയപ്പെടുന്ന അങ്ങനെ അഭിമുഖീകരിക്കുന്ന ആ വിഷയങ്ങൾ നിങ്ങൾക്ക് അടിസ്ഥാന വിഷയങ്ങളെങ്കിലും പരിഹരിക്കാമായിരുന്നു. അത് പരിഹരിച്ചോ? ഇല്ല, അടിസ്ഥാനപരമായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതിരുന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ് നേരത്തെ വന്നത്. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ LR വിനേന്ദ്രൻ, ഈ നമ്മുടെ ഈ ജനനി ജന്മരക്ഷാ പദ്ധതി പ്രകാരം അവിടുത്തെ അമ്മമാർക്ക് ലഭിക്കേണ്ട തുക ലഭിക്കാതായിട്ട് 7 മാസത്തോളമാകുന്നു. അവിടെ നേരിട്ട് ആദിവാസി ഊരുകളിലെത്തി അവരോട് സംസാരിച്ചതിന് ശേഷം അവിടുത്തെ മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. അവിടെ ജനിക്കുന്ന കുട്ടിക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആ ജനിക്കുന്ന കുട്ടിക്ക് പോഷകാഹാരക്കുറവ് ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രദ്ധയെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ ഒരാളും അന്നത്തിന് മുട്ടി മരിക്കാനിട വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന്. ഇവിടെ ശിശുമരണങ്ങൾ ഇങ്ങനെ പെരുകുമ്പോൾ അതിന് പിന്നിൽ പോഷകാഹാരക്കുറവ് അടക്കമുള്ളവയാണ് അതിൻ്റെ പിന്നിലെ കാരണങ്ങളെങ്കിൽ ആ കാരണങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ ആദിവാസി ഊരുകളിലേക്ക് ശിശുമരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമെങ്കിലും ഒന്ന് എത്തി നോക്കുന്നില്ല? ഇല്ല, ഒരിക്കലും സർക്കാർ അതിൽ നിന്നും ഒളിച്ചോടുന്നില്ല. ITDP പറയുന്നുണ്ട് 6 മാസമായി സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം. നമുക്കറിയാം, നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോഴും അങ്ങ് ഇടപെടാറുണ്ട്. എങ്കിലും ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രളയവും അതുപോലെ തന്നെ കോവിഡ് എന്ന മഹാമാരിയൊക്കെ കടന്നു പോയപ്പോൾ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പക്ഷേ അവരിലേക്കും എത്തിയിട്ടുണ്ട്. ITDPയുടെ പ്രോജക്റ്റ് ഓഫീസർ പറയുന്നു 6 മാസമായി ആ ഫണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കാതിരിക്കാൻ കഴിയുന്നതും സമരം ചെയ്യാതിരിക്കുന്നതും ഒരു വിഭാഗമായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായി ആദിവാസി സമൂഹത്തെ മാറ്റുന്നു. ആ ആദിവാസി സമൂഹത്തെ അത്തരത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് അവരുടെ വേദനകൾ തിരിച്ചറിയാതായി പോകുന്നത്. സമരം ചെയ്യുന്നവന് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവന് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രതിഷേധിക്കാതെ നിങ്ങൾ പറയുന്നത് കേട്ട് അനുസരണയോടെ നിൽക്കുന്ന ആദിവാസി സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പക്ഷേ ഒരിക്കൽ ഇന്നല്ലെങ്കിൽ നാളെ അവരും ഉണർത്തെണീക്കുക തന്നെ ചെയ്യും.
ഇല്ല, ഒരിക്കലുമില്ല. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഇന്ന് പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കണം എന്നത് മാത്രമല്ല, അവർ ഫീഡ് ചെയ്ത് കഴിയേണ്ടവരാണ് എന്ന് മുദ്ര കുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ആർജവത്തോടുകൂടി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ആർജവത്തോടുകൂടി തന്നെ നമുക്ക് കാണാം. പിന്നെ അദ്ദേഹം പറഞ്ഞു പ്രത്യേക നോഡൽ ഓഫീസറെ നിയമിക്കുകയും ഇത് 3 മാസത്തിലൊരിക്കൽ ഇതിൻ്റെ വിശകലനത്തിലേക്ക് ഈ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്ന വിശകലനത്തിലേക്ക് കടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പരിഹാര മാർഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങ് ചോദിച്ചു കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് ചെയ്തത് എന്ന്. അല്ല, കോട്ടത്തറ എന്ന് പറയുന്ന താങ്കളിപ്പോൾ രാധാകൃഷ്ണൻ മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞു. രാധാകൃഷ്ണൻ മിനിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ ധന്യരാമനും വെക്കുന്നുണ്ട്. ശരി, താങ്കളും ഇപ്പോൾ നമുക്കങ്ങനെ വിശ്വസിക്കാം. കാരണം ഇനിയും 3 മാസം കഴിയുമ്പോഴാണല്ലോ താങ്കൾ ഈ പറഞ്ഞ പോലെ 3 മാസത്തിലൊരിക്കൽ വിലയിരുത്തലുണ്ടാവും. അട്ടപ്പാടിക്കായി പ്രത്യേക നോഡൽ ഓഫീസറെ നിയമിക്കും. മൈക്രോ ലെവൽ പ്ലാനിലൂടെ ഓരോ ഊരിലെയും പ്രശ്നം പരിശോധിക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ഇതൊക്കെ വെറും ഇങ്ങനെ അച്ചടിച്ച് വെക്കുന്ന അക്ഷരങ്ങളായി മാറിപ്പോകരുത്. പകരം അത് ആദിവാസി ഊരുകളിലെത്തി കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള സംവിധാനം ഒരുക്കണം. പക്ഷെ അതൊക്കെ താങ്കൾ ഈ പറയുന്ന പോലെ രാധാകൃഷ്ണൻ മിനിസ്റ്ററെ നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഇതിനു മുൻപും പല മന്ത്രിമാരെയും ഇവിടെ വിശ്വസിച്ചിരുന്നില്ലേ? ഇല്ല, അത് ഇതിനു മുമ്പ് വിശ്വസിച്ചിരുന്നു എന്ന് നമ്മൾ അതാ പറയുന്നത്. കോട്ടത്ര എന്ന് പറയുന്നത് എന്തോ പറയാനുണ്ടോ സഫറിന്? അല്ല, ഈ ക്ഷമിക്കണം, ഈ രാധാകൃഷ്ണൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒന്നുമല്ല ഇവിടുത്തെ ഒരു വിഷയം. രാധാകൃഷ്ണൻ മിനിസ്റ്ററൊക്കെ മുമ്പ് ചിലപ്പോൾ അതിനേക്കാളും പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള മന്ത്രിമാർ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഇനി ചിലപ്പോൾ അതിനേക്കാളും പ്രശസ്തർ വരുമായിരിക്കാം. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? നിലവിലെ പ്രശ്നം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മുൻപുണ്ട്. നിങ്ങളുടെ സർക്കാരിന്റെ തുടർഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2016 മുതൽ 2021 നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. താങ്കളിലേക്ക് വരാം. ഈ 2016 മുതൽ 2021 വരെ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. നിങ്ങളുടെ മന്ത്രി ഇല്ലായിരുന്നോ? പട്ടികജാതി പട്ടിക വികസനത്തിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, എ കെ ബാലൻ. അതെ, അതാണ് പറഞ്ഞു വന്നത്. കോട്ടത്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയിരിക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി അവിടെ ഉണ്ട്, സ്കാനിങ് സെൻ്റർ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, രക്തബാങ്ക് ഉണ്ട്. ഇവിടെ ശ്രീ സാദിഖ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? മലപ്പുറത്തിനും പാലക്കാടിനും വേണ്ടി ഒരു ആംബുലൻസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചു. പക്ഷേ അവിടെ ഒരു നിമിഷം സാർ, ആധുനിക സജ്ജീകരണങ്ങളുള്ള ആംബുലൻസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയായിരുന്നു. അത് മലപ്പുറത്തേക്ക് ഓട്ടം പോയിരിക്കുന്ന സമയത്തായിരുന്നു ഇത് വന്നത്. അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ആംബുലൻസിൻ്റെ സജ്ജീകരണം എന്താണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. ധന്യരാമൻ പറഞ്ഞ 5 ആംബുലൻസുകൾ അവിടെ ഉണ്ട്, അതിലൊരു സജ്ജീകരണം ഒരുക്കണമായിരുന്നു. ആ നിർദ്ദേശം ചിലപ്പോൾ സർക്കാർ പരിഗണിക്കുമായിരിക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. സാദിഖ് സാർ പറഞ്ഞത് ഞാൻ പറയുകയാണ്, ആംബുലൻസുകളുടെ എണ്ണമല്ല, ആധുനിക സജ്ജീകരണങ്ങളുമായി. അതെ, അങ്ങനെ അത് ചിലപ്പോൾ അത്തരത്തിൽ അട്ടപ്പാടിയിൽ ഉണ്ടാകണം എന്നില്ല. അത് ആംബുലൻസ് അട്ടപ്പാടിയിലുള്ളവർ മനുഷ്യരല്ലേ, അവർക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിക്കൂടെ? ഇല്ല, അത് ധന്യരാമൻ പറഞ്ഞു 5 ആംബുലൻസ് വരെ അട്ടപ്പാടിയിലുണ്ട്. ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ അവരുടെ കാര്യം അവഗണിക്കാൻ എളുപ്പമാണ്, ചോദിക്കാൻ ആളില്ലല്ലോ, അതാണ് വിഷയം. അത്തരത്തിലൊരു വേർതിരിവൊന്നും ഉണ്ടായിക്കൊണ്ട് അത്തരത്തിലുള്ള വേർതിരിവുകൾ ഇവിടെ മാറി മാറി ഭരിച്ച രാഷ്ട്രീയ കക്ഷികൾ നടത്തിയിട്ടുണ്ട്. ഇരകളായി ഇന്നും ജീവിക്കുന്ന, രക്തസാക്ഷികളായി ജീവിക്കുന്നവരാണ് ആ നാട്ടിലെ പാവപ്പെട്ട ആദിവാസികൾ. അങ്ങനെയാണെങ്കിൽ വേണ്ടി നിങ്ങൾ ആരും ചെയ്യുന്നില്ല, ഈ ഹോം ഡെലിവറിയിലൂടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഹോം ഡെലിവറിയിലൂടെ മരണപ്പെട്ട നിരവധി പേരുണ്ടായിരുന്നു. അത് ആരാണ് എന്താണ് എന്ന് പറയുന്നില്ല. ആ ഹോം ഡെലിവറിയിലൂടെ മരണപ്പെട്ട അമ്മമാരുടെ സംഖ്യ എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയൊക്കെ വിളിച്ചോതുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫണ്ടിന് പുറകെ ഫണ്ടായി ഈ ആദിവാസി SC/ST വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിന് വലിയ ഫണ്ടുകൾ ഇങ്ങോട്ട് തരുമ്പോൾ അതിൻ്റെ ഒരംശം ഈ സാധാരണക്കാരായ ഈ ആദിവാസികൾക്ക് കിട്ടുന്നുണ്ടോ? എങ്കിൽ അവർ ഇങ്ങനെ നടക്കോ, ഇങ്ങനെ ജീവിക്കോ? ഒരിടത്ത് കിടക്കാനിടമില്ലാതെ ഇന്നും ടാർപോളിനടിയിൽ ജീവിതം തീർത്തുവോ? ഇല്ല. അതവരിലേക്ക് എത്താത്തതിന്റെ കാരണം അന്വേഷിക്കുമെന്നും ഇന്ന് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 1957 മുതൽ നിങ്ങൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സാദിഖ് എന്തോ പറയാനുണ്ട്? നേരത്തെ
നേരത്തെ ശ്രീമതി ധന്യരാമൻ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മന്ത്രി അവരുടെ കാര്യം അന്വേഷിക്കാൻ അവരിൽ നിന്ന് തന്നെ ഒരാൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ആദ്യമായി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്ന വഴിയിൽ PSC മുഖേന അവർക്ക് മറ്റുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യത അത്രയും വേണ്ട, അതിനേക്കാൾ കുറച്ച് മതി എന്ന രീതിയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, ആ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അദ്ദേഹം അന്ന് ആരംഭിച്ച് വെച്ചതുകൊണ്ട് ഇന്ന് ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെ തലപ്പത്ത് മുഴുവൻ അവരാണ് ഇരിക്കുന്നത്. ഇവിടെ സെക്രട്ടേറിയറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നുള്ള ഏറ്റവും വലിയ സെക്രട്ടേറിയറ്റ് മാത്രമല്ല, ഞാൻ സ്ഥാപനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, ഇന്ന് കേരളത്തിലെ സിവിൽ സർവീസിലെ IAS താഴെയുള്ള മിക്കവാറും ഉള്ള ഉദ്യോഗസ്ഥ തലപ്പത്തെല്ലാം ഇരിക്കുന്നത് അവരുടെ വിഭാഗമാണ്. അതിന് നന്ദി ആരോടവർ പറയണമെന്ന് ചോദിച്ചാൽ നന്ദിയൊന്നും കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു രാഷ്ട്രീയ ഭരണാധികാരി അദ്ദേഹത്തിന് സാമൂഹ്യമായി ഉന്നമനത്തിൽ ഇവരെ കൊണ്ടുവരണമെന്ന് തോന്നി അത് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ രാഷ്ട്രീയം എല്ലാവർക്കും നല്ലതാണ്, പക്ഷേ സത്യമായിട്ടും കൂടെ പറയാനും കൂടെ ഉള്ള ഒരു ആർജവം ആളുകൾ കാണിച്ചാൽ കൊള്ളാം. AK ബാലനെ കുറിച്ച് പറയുകയുണ്ടായി. AK ബാലൻ നമ്മളുടെ പട്ടിക വിഭാഗ മന്ത്രിയും നിയമമന്ത്രിയും കൂടെ ആയിരുന്നപ്പോൾ അട്ടപ്പാടിയിൽ ആ ഗവൺമെൻറ് വന്ന ആദ്യത്തെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ 2 മരണം നടന്നു. പ്രസവത്തോടനുബന്ധിച്ച് അന്ന് നിയമസഭയിൽ അത് പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ MLA മാർ ചോദിച്ചപ്പോൾ ശ്രീ AK ബാലൻ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടാകും. ആ ഗർഭം UDF-ൻ്റെ കാലത്തുണ്ടായതാണെന്ന് പറഞ്ഞ സാംസ്കാരിക മന്ത്രിയാണ് ശ്രീ AK ബാലൻ. നമ്മൾ ഈ കുറേയൊക്കെ ഈ രാഷ്ട്രീയം പറയണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറയിക്കേണ്ടുന്ന സാഹചര്യങ്ങളിലേക്ക് വരും. അദ്ദേഹം പറഞ്ഞതാണ്. ഇത് സംശയമുണ്ടെങ്കിൽ നിയമസഭാ നടപടികളെടുക്കാം. പിന്നീട് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. ഇതിലൊന്നും ഒരു സംശയവുമില്ല. നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. പ്രതിപക്ഷം അതിനെതിരെ അതുപോലെ തന്നെ നിങ്ങൾ ഭരണപക്ഷത്തായിരുന്നപ്പോൾ എന്താണ് ഈ ആദിവാസികൾക്ക് വേണ്ടി ചെയ്തത്? അങ്ങനെയാണെങ്കിൽ UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ആദിവാസി പ്രശ്നങ്ങളും പരിഹരിക്കും എന്നൊന്നും അവകാശവാദം നമ്മൾ ഉന്നയിക്കുന്നില്ല. ചെയ്യാൻ കഴിഞ്ഞ പദ്ധതികളുടെ കാര്യങ്ങളും പേരുകളുമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ചെയ്ത മറ്റൊരു കാര്യം പറയാം. ആദിവാസികൾക്ക് ചെയ്തതാണ്, എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് വനവിഭവങ്ങൾ കൊണ്ട് ഉപജീവനം നയിക്കുന്നവർക്ക് വേണ്ടി വനത്തിലെ ട്രൈബൽ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയ്ക്ക് PSCയിലെ മെമ്പർമാർ വനത്തിനകത്ത് ചെന്ന് അവിടെ ഇൻ്റർവ്യൂ നടത്തി ആ ഒരു നിയമനം നടക്കുന്നുണ്ട് ഇപ്പോൾ. അത് 2013 ഉമ്മൻചാണ്ടി സർക്കാരും PSCയും കൂടെ ചേർത്ത് നടത്തിയതാണ്. അതല്ലാതെ നടത്തി കഴിഞ്ഞാൽ ഈ സിറ്റിയിലുള്ളവർ വന്ന് വേണമെങ്കിൽ ഈ നിയമനം അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് ഇവർ വനത്തിനുള്ളിൽ ചെന്ന് അവിടുത്തെ ഫോറസ്റ്റിൻ്റെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ഇരുന്ന് ആ വിഭാഗക്കാരെ ഉറപ്പ് വരുത്തി അവർ 24 മണിക്കൂർ, അവർക്ക് ഡ്യൂട്ടി ടൈമൊന്നുമില്ല, വനത്തിൽ തന്നെ താമസിക്കുന്നവരെ ട്രൈബൽ ഓഫീസർമാർ ആക്കി കഴിഞ്ഞാൽ 24 മണിക്കൂർ അവർ ഫോറസ്റ്റിലാണ്. ഇതൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് ആ ഊരിൽ എത്ര പേർക്ക് അങ്ങനെ ജോലി എടുക്കാൻ കഴിയും? അങ്ങനെ നമുക്ക് ആ ഊരിൽ എത്ര പേർക്ക് ജോലി എടുക്കാൻ കഴിയും? കുറേ പേർക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ പല അതായത് ആദിവാസി മേഖലകളിലെ ആദിവാസികളിൽ നിന്നും വനമുള്ള എല്ലാ ജില്ലകളിലും, ആലപ്പുഴ ജില്ല ഒഴികെ വനമുള്ള എല്ലാ ജില്ലകളിലും ആ നിയമനം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും തുടർന്ന് വന്നവരും അന്ന് അങ്ങനെ ഒരു തസ്തിക സൃഷ്ടിച്ചത് കൊണ്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ല ശ്രീ AK സാദിഖ്, അങ്ങനെ നിങ്ങൾ ആ തസ്തിക സൃഷ്ടിച്ചതുകൊണ്ട് ശിശുമരണം നടക്കാതിരിക്കുന്നില്ലല്ലോ. അല്ല, ശിശുമരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ശിശുമരണത്തിന്റെ കാര്യം നമ്മൾ എല്ലാ മേഖലകളിലും ചെയ്തത് ഇങ്ങനെ ഒന്നായി ഈ ആദിവാസി കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ, അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ അത് താങ്കൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ പഠിക്കാനെത്തുന്നുണ്ട്. അത് സ്വകാര്യമാകട്ടെ അല്ലെങ്കിൽ പൊതുമേഖലയിലാവട്ടെ, എവിടെയായിരുന്നാലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനമാകട്ടെ, എവിടെയായിരുന്നാലും ആ വിദ്യാഭ്യാസം മുറ പോലെ നടക്കുന്നുണ്ട്. എന്നാൽ ആദിവാസി മേഖലകളിലെ കുട്ടികൾ പഠനത്തിന് വിധേയരാകുന്നുണ്ടോ? അവർ സ്കൂളുകളിലേക്ക് എത്തുന്നുണ്ടോ? അവർക്ക് അങ്ങനെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്ത് മൊത്തത്തിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്ന ആ ഒരു നിയമം വഴി
6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും, മുഴുവൻ കുട്ടികളെയും നിർബന്ധവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തിന് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഈ സ്കൂളുകളൊക്കെ വേണം. അതെല്ലാം പലയിടത്തും എവിടെയാണ് അങ്ങനെ 1 കിലോമീറ്ററിനകത്തുള്ള സ്കൂളുകൾ? കേരളത്തിൽ സ്കൂളുകളുടെ മേഖലയിൽ തന്നെ, പാലക്കാട് അഗളി മേഖലയിൽ തന്നെ ഏകദേശം 68 കുട്ടികൾ കഴിഞ്ഞ വർഷം 68 കുട്ടികൾ പഠനം നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ്? അവർക്ക് പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള, അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്കാണ് ഞാൻ പോകുന്നത്. തങ്ങൾ സൗജന്യ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പുസ്തകം വാങ്ങാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തേണ്ടി വരുന്നത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യം അവിടെ എനിക്ക് തോന്നുന്നു ഒരു 9ാം ക്ലാസ്സിലെ പെൺകുട്ടി പറഞ്ഞത് അവൾക്ക് പഠനം വലിയ ആവേശമാണ്, IPS ആകണം, അതാണ് അവളുടെ ആഗ്രഹം. പക്ഷേ അവൾ 9ാം ക്ലാസ്സിലേ ഉള്ളൂ. എങ്കിലും അവളുടെ ആശങ്ക മറ്റൊന്നാണ്, ഇനി ഈ കടമ്പകളെ കടന്ന് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട് അവിടുത്തെ ആദിവാസി പെൺകുട്ടികൾ. അല്ല, അവർക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇതിനെല്ലാം സ്കീമുണ്ട്. ഉദ്യോഗസ്ഥർ പലപ്പോഴും അത് അനുവദിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള ആർജവം ഗവൺമെന്റിനുണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഗവൺമെന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഗവൺമെന്റ് ഏതെങ്കിലും കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ല, അത് എല്ലാ ഗവൺമെന്റും ഓരോരോ വിഷയമുണ്ടാകുമ്പോഴല്ലേ. ഇപ്പം ഞാൻ ഇവിടെ ചോദിക്കുന്നത്, അല്ല, ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇന്നും മാറാതെ തുടരുന്ന വേദനയായി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഈ ആദിവാസി സമൂഹം. അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഈ എന്തെങ്കിലും വിഷയം വരുമ്പോൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അപ്പോൾ ഈ വിഷയം വരുമ്പോൾ മാത്രം അവരിലേക്ക് എത്തുന്നത്? അല്ലാതെ അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ? ആണല്ലോ. നമ്മുടെ ഈ കേരളം എന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ആദിവാസി സമൂഹവും നമ്മുടെ പരിച്ഛേദങ്ങളാണ്. അതെന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ആരെങ്കിലും ഈ സമൂഹം എപ്പോഴും എന്തിനാണ് ഈ സമൂഹത്തിനെ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള, രാഷ്ട്രീയ തലത്തിലുള്ള, സർക്കാർ സംവിധാനത്തിലുള്ള ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇവരെ പാർശ്വവൽക്കരിക്കപ്പെടുത്തുന്നത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതും മറ്റൊരു പാർട്ടി ചെയ്യാതിരിക്കുന്നതും താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയല്ലാതെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുറത്ത് നിൽക്കുന്ന UDF സംവിധാനം ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. 6 വർഷം കൊണ്ടല്ല ഇവിടുത്തെ ഈ ആദിവാസി സമൂഹം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതും പാർശ്വവൽക്കരിക്കപ്പെടുന്നതും. അവർ എത്രയോ കാലങ്ങളായി അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളുണ്ട്. അതൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയാതായി പോകുന്നത് മാറി മാറി വരുന്ന സർക്കാരുകളുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് UDFന്റെ ഭാഗം ന്യായീകരിച്ച് UDFന്റെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് LDFനെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോയി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരുന്നു, നിങ്ങളും ചെയ്യേണ്ടതായിരുന്നു, നിങ്ങളും അറിയേണ്ടതായിരുന്നു ഇവരുടെ വേദനയും വിശപ്പുമൊക്കെ. അവരുടെ വേദനയും വിശപ്പും ഒക്കെ മാറ്റാൻ വേണ്ടി നടത്തിയ പദ്ധതി. അതിപ്പം നമുക്കൊരു നല്ല എളുപ്പമുണ്ട്. എന്ത് പറഞ്ഞാലും അവിടെയും തെറ്റുണ്ട്, ഇവിടെയും തെറ്റുണ്ട്, എല്ലാവരും കുഴപ്പക്കാരി, ചില 2 വാഹനങ്ങൾ. അത് പറയാതിരിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDFകാർ അവർ ഭരിച്ചിരുന്നപ്പോൾ ഈ ആദിവാസി സമൂഹത്തെ മുഴുവൻ രക്ഷിച്ചവരാണ്. അവർക്ക് വേണ്ട എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയവരാണ്. അവർ ആരും വീടുകളിൽ കഴിയുന്നവരാണ്, വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ്, ആരോഗ്യപരമായി വേറെ വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തവരാണ്, അവർക്ക് ആശുപത്രി സംവിധാനങ്ങൾ വളരെ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. 1 മാസത്തിലൊരിക്കലും വേണമെന്നില്ല, 3 മാസത്തിലൊരിക്കലെങ്കിലും ഒരു സന്ദർശനം നടത്തുന്ന തരത്തിലേക്ക് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ എത്തേണ്ടതല്ലേ? ഇവിടെ ഇപ്പോൾ നോഡൽ ഓഫീസറിനെയൊക്കെ നിയമിച്ചതുപോലെ ആദിവാസി ഊരുകളിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സന്ദർശനം നടത്തുമ്പോൾ അതിനെ മറ്റൊരർത്ഥത്തിൽ കളിയാക്കുക വരെ ചെയ്യുന്ന ഒരു ഭരണകക്ഷിയാണ് കേരളത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ കൂട്ടി വായിക്കണം. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആചാരത്തിനനുസരിച്ച് അവരോടൊപ്പം ഇരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിനെ പോലും സോഷ്യൽ മീഡിയയിലൂടെ ഏതോ വലിയ ഗിമ്മിക്കായിട്ട് പോലും, അതായത് ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇവിടെ ആ വിഭാഗം മാത്രമല്ല, നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞൊരു പരിപാടി അറിയാമല്ലോ. 8 രൂപയാണ് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. അവിടുത്തെ പ്രധാന അധ്യാപകർ ഇപ്പം പരിസരത്തെ വീടുകളിൽ ചെന്ന് മുരിങ്ങയിലയും പപ്പായ ഇലയും കൊണ്ടുവരണം. 8 രൂപ ഒരു ദിവസം. 3 ദിവസം സ്കൂളുണ്ട്. 3 ദിവസത്തേക്ക് 24 രൂപ. 3 ദിവസത്തിൽ 2 ദിവസം ഒരു ഗ്ലാസ് പാലും കൊടുക്കണം, ഒരു മുട്ടയും കൊടുക്കണം. UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആഴ്ചയിൽ ഒരു പുഴുങ്ങിയ മുട്ട കൊടുക്കാനൊക്കെ ഉത്തരവിട്ടതും ഒക്കെ തന്നെ. ആ അധ്യാപകർ ഇനിയിപ്പം സമരത്തിന് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ആദിവാസി മേഖലയിൽ മാത്രമല്ല, സർക്കാരിൻ്റെ മിഡ് ഡേ മീൽ സ്കീം
കേരളത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും UPA ഗവൺമെൻറ് ഇരുന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി, ഭക്ഷ്യഭദ്രത, NRHM. ശരി. ഇതെല്ലാം ശ്രീ ആദിവാസി ലവനേന്ദ്രൻ, മേഖലകളിൽ അടക്കം ഈ ചെയ്തിട്ടുള്ളതാണ്. കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDFകാർ പലപ്പോഴും ഇങ്ങനെ ആദിവാസി ഊരുകളിലടക്കം സന്ദർശിക്കാറുണ്ട്. അവരോടൊപ്പം ചേർന്ന് അവരുടെ ഭക്ഷണ കാര്യങ്ങളിലടക്കം അവർ ഒപ്പം ചേരാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ കളിയാക്കി മുന്നോട്ട് പോകാനാണ് നിങ്ങളെപ്പോലുള്ള ഭരണപക്ഷക്കാർ ശ്രമിക്കാറുള്ളത്, സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ കളിയാക്കലുകൾക്കപ്പുറം ആദിവാസി ഊരുകളിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ മറുപടി തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ധന്യരാമൻ പറഞ്ഞ മില്ലറ്റ് വില്ലേജ്, അതായത് അവർ പറഞ്ഞത് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കൊടുക്കുന്ന തരത്തിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. മില്ലറ്റ് വില്ലേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് അങ്ങേക്കും അറിയാം. കാര്യം പരമ്പരാഗതമായ കൃഷികൾ ചെയ്യാനുള്ള ആ ഒരു രീതി കൃഷിഭൂമി വിട്ടു നൽകൂ, കൃഷി നൽകൂ, കൃഷി ചെയ്യാൻ ഇടം നൽകൂ. അത് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് എന്ന് പറയുന്നത്. അതായത് പരമ്പരാഗതമായ അവരുടെ ആദിവാസികളുടെ പരമ്പരാഗതമായ തൊഴിലുകൾ ചെയ്യുന്നതിന് വേണ്ടി കൃഷിഭൂമി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. ശ്രീ എ കെ ബാലനെ പരാമർശിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് അദ്ദേഹം അതിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പറഞ്ഞത് എന്താണ് ആ ഒരു കാര്യം, അതായത് ഹോം ഡെലിവറി ഉൾപ്പെടെ അല്ലെങ്കിൽ അബോർഷൻ കേസുകൾ ഉൾപ്പെടെ കുറഞ്ഞു വന്ന ആ സാഹചര്യം ഹോസ്പിറ്റാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് കടന്നു വന്നു എന്ന സൂചനയുമാണ്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ നാവിന് പിഴയുണ്ടായി അല്ലെങ്കിൽ കൈവിട്ടു പോയ ഒരു പ്രശ്നത്തിലേക്ക് പോയി. അതവിടെ നിൽക്കട്ടെ. ഇനി പറയുന്ന കാര്യമുണ്ട്. നമ്മൾ ഈ അങ്ങ് പറഞ്ഞതുപോലെ ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും ജീവിത നിലവാരത്തിലുമൊക്കെ ആദിവാസികൾ പിന്നിലാണ് എന്നുള്ളത് അങ്ങേക്കറിയാം. വിദ്യാഭ്യാസത്തിന് അവർക്ക് കിട്ടേണ്ട ലഭ്യത, അതായത് ഈ ഡിജിറ്റൽ സംവിധാനം അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊക്കെ ഒരു വ്യാകുലതയോടെ കാണുന്ന ഒരു രക്ഷകർത്താവ് തന്നെയാണ് ഞാനും. ഇവിടെ അതിനു മുമ്പ് അവരുടെ വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് സമീപനം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് നിരീക്ഷിക്കാമല്ലോ, ഒരു കാര്യത്തെ നിരീക്ഷിക്കാം. അപ്പൊ അത്തരത്തിൽ അതാണ് ഞാൻ മധുവിന്റെ കാര്യം സൂചിപ്പിച്ചത്. മധുവിന്റെ വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. 2018 ആഹാരത്തിന് വേണ്ടി നമ്മൾ പറയുന്ന എന്താണ്, അത് ഒരു ആഹാരത്തിന് വേണ്ടി ആരും മരിക്കരുത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആഹാരത്തിന് വേണ്ടി മരിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സഫറിന് എന്തോ പറയാനുണ്ട്, പറഞ്ഞു നിർത്താം. ഞാൻ ഇതിൽ ഇടപെടേണ്ടി വരും. കാരണം ഇവിടെ ഇപ്പം പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് നമ്മളൊരു വാർത്ത കേട്ടില്ലേ, ഒരു കിറ്റ് കൊടുക്കുന്നതിന് ലോക്കൽ കമ്മിറ്റിയുടെ ഏതൊരു പഞ്ചായത്ത് അംഗത്തിൻ്റെ ഞങ്ങളുടെ പാർട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ കൊടുക്കരുതെന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് നമ്മൾ വായിച്ചു. ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ ഒരു സായാഹ്ന ചർച്ചയിൽ ഒരു വളരെ അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് അട്ടപ്പാടിയിൽ സംഭവിച്ചിരിക്കുന്നത്. അവിടെ അടിയന്തരമായി ആധുനിക സംവിധാനങ്ങളുള്ള സജ്ജീകരണങ്ങളുള്ള ആംബുലൻസ് വേണം. അതുപോലെ തന്നെ ജനിച്ചു വീടുന്ന കുഞ്ഞുങ്ങൾക്ക് ചികിത്സ ലഭിക്കണം, ആഹാരം ലഭിക്കണം, വിദ്യാഭ്യാസം ലഭിക്കണം. ശ്രീമതി ധന്യാരാമൻ പറഞ്ഞതുപോലെ 3 ഏക്കർ ഭൂമി പോയിട്ട് 1 ഏക്കർ ഭൂമിയെങ്കിലും വിട്ടുകൊടുത്ത് ആദ്യമായി അവിടെ കൃഷിയോഗ്യമായ സംവിധാനം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഇച്ഛാശക്തിയുള്ള ഭരണകൂടം, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധികൾ, അവരോടൊപ്പം നിന്നുകൊണ്ട് തോളോട് തോളൊരുമി നിന്ന് കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ ധാരാളം അവിടെയുണ്ട്. അതിനുള്ള അവസരം ഉണ്ടാക്കട്ടെ. ഇവിടെ മാറി മാറി ആ മന്ത്രിമാർ പറഞ്ഞതിനെക്കുറിച്ചോ ചെയ്തതിനെക്കുറിച്ചോ, ഇവിടെയൊക്കെ ഒരുപാട് മന്ത്രിമാർ വന്നു, ഒരുപാട് ചെയ്തു, ഇനിയും ചെയ്യാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഉദ്യോഗസ്ഥന്മാരെ കർശനമായി നിലയ്ക്ക് നിർത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ഒരുക്കി നമുക്ക് ഇത്തരം ശക്തികളെ. തീർച്ചയായിട്ടും ഈ ആദിവാസികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. കാരണം അവരിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറിപ്പോകുന്നു എന്നുള്ളതാണ് വേദനാജനകമായത്. ഇപ്പോൾ ഈ ഒരു ശിശുമരണം കഴിയുമ്പോൾ അല്ലെങ്കിൽ ശിശുമരണത്തിൻ്റെ വാർത്തകൾ തുടർച്ചയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാടിനെക്കുറിച്ചും അട്ടപ്പാടിയെക്കുറിച്ചും അഗളിയെക്കുറിച്ചുമൊക്കെ നമ്മുടെ മന്ത്രിക്കും ബോധ്യമുണ്ടാകുന്നു. ആ മന്ത്രി ഇപ്പോൾ പാലക്കാട് എത്തപ്പെടുകയും അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും എന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് രാധാകൃഷ്ണൻ മന്ത്രി ഏത് തരത്തിലായിരിക്കും പട്ടികജാതി പട്ടിക വിഭാഗം ജനങ്ങളെ ഉദ്ധരിക്കുക, ഒപ്പം ഈ ആദിവാസികളുടെ വേദനയും വിശപ്പും മാറ്റുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.
ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഇല്ല KPSC